അപ്പോൾ എല്ലാവർക്കും പീക്ക് ലേണിംഗ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ക്ലാസ്സാണ്. ഫയർമാൻ്റെ അവസാനത്തെ ക്ലാസ്സാണ്, അതുപോലെ ഫസ്റ്റ് എയ്ഡിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഫയറിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ റിവിഷൻ ചെയ്തു. ഫസ്റ്റ് എയ്ഡിൻ്റെ ഇന്നലെ വരെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു. നിങ്ങൾക്കത് ബോധ്യമാണ്, മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് പേർക്ക് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൗട്ട്സൊക്കെ നിങ്ങളുടെ ക്ലിയർ ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഹോൾ ടിക്കറ്റും എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ആധാർ കാർഡ്, അതുപോലെ 2 പേനയും കൂടി എടുത്ത് വെക്കുക. അപ്പോൾ ഇത്രയും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. പിന്നെ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ ബോഡിയാണ്. അപ്പോൾ ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പോർഷനിൽ നല്ലൊരു നോളജ് ആയിക്കോളും. അതോടൊപ്പം തന്നെ നിങ്ങളിത് ജനറൽ സയൻസിൽ പഠിച്ചിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അവസാനത്തേക്ക് വെച്ചത്. കാരണം അവസാനത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ, നിങ്ങൾ വേറെ പഠിക്കാത്ത ഏരിയകളൊക്കെ ഏറ്റവും അവസാനത്തേക്ക് വെച്ചാൽ നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. പക്ഷേ ഇതാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്രയും പ്രശ്നം വരുന്നില്ല. നിങ്ങളത് വേറെ ഒരു ലൈഫ് സയൻസിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. പിന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇനി സിലബസിൽ കവർ ചെയ്യാൻ ബാക്കിയുള്ള പോർഷൻസ് ആണ്. നിങ്ങൾക്കറിയാം അതൊക്കെയാണെന്ന്. ഹ്യൂമൻ ബോഡി, അതുപോലെ അതാ റെസ്പിറേഷൻ, ബ്രീത്തിങ്, പൾസ്, സർക്കുലേഷൻ, സ്കെലിറ്റൽ സിസ്റ്റം. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളിത് പഠിക്കേണ്ടത്? നിങ്ങൾക്കിത് പ്രത്യേകം പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഊന്നൽ കൊടുക്കുന്നത്? ജനറൽ സയൻസ് നിങ്ങൾക്കുള്ള പോർഷനാണല്ലോ. പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകം പഠിക്കാനായിട്ടൊരു ഊന്നൽ കൊടുക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ഫയർമാൻമാരാണ് അല്ലേ? നിങ്ങൾ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ തസ്തികയുടെ പേരെന്താണ്? ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ്. ഫയറിനെ പറ്റി നമ്മൾ പഠിച്ചു. നമ്മൾ ഫിസിക്സിലുള്ള കുറേ പോർഷൻസ് നമ്മൾ പഠിച്ചു. ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ലൈഫ് സയൻസിൽ വരുന്ന ഒരു പോർഷൻ. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് പ്രത്യേകം പഠിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ തസ്തികയുടെ പേര് തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിനാണ്. ഈ റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുമ്പോൾ ആ ഒരു റെസ്ക്യൂ എന്നുള്ളൊരു ഏരിയയിൽ വരുന്നതാണ് ഈ പറയുന്ന ഹ്യൂമൻ ബോഡി, റെസ്പിറേഷൻ, ബ്രീത്തിങ്, പൾസ്, സർക്കുലേറ്ററി സിസ്റ്റം ഒക്കെ ആയിട്ട് വരുന്ന ഒരു ബന്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളത് പ്രത്യേകം പഠിക്കേണ്ടി വരുന്നത്. ശരി, അപ്പോൾ നമുക്ക് ദീർഘിപ്പിക്കുന്നില്ല, ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ എന്താണ് ശ്വസന വ്യവസ്ഥ അല്ലേ? നമുക്ക് ഹ്യൂമൻ ബോഡിയുടെ ഒരു പോർഷൻ എല്ലാം ഇതിനകത്ത് തന്നെ കവർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെയുള്ള എക്സ്ട്രാ കുറച്ച് പോർഷൻസ് ഉണ്ട്. ബ്രെയിനൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എക്സ്ട്രാ പോർഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ചില എക്സ്ട്രാ പോർഷൻസ് ഉണ്ട്. അത് നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് ഡീൽ ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആ സിലബസിൽ കാണിച്ചിട്ടുള്ള റെസ്പിറേഷൻ, ബ്രീത്തിങ്, പൾസ്, ഇങ്ങനെ സർക്കുലേഷൻ, സ്കെലിറ്റൽ സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഇതിനെപ്പറ്റി ഒരുപാട് ഡീപ്പിലോട്ട് നിങ്ങൾ അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുക. PYQs നമ്മളെ കൂടെ അനലൈസ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ശ്വസന വ്യവസ്ഥ മുതൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് ശ്വസന വ്യവസ്ഥ? എന്തുകൊണ്ടാണ് ഒരു ഫയർമാൻ ശ്വസന വ്യവസ്ഥ അറിയേണ്ടത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ CPR ഒക്കെ പഠിച്ചു അല്ലേ ഫസ്റ്റ് എയ്ഡിൽ? ഈ CPR പഠിക്കുന്ന സമയത്ത് നമ്മളവിടെ എന്താണ് പുനഃസ്ഥാപിക്കുന്നത്? അത് ജീവൻ പുനഃസ്ഥാപിക്കുന്നത് ശരിയാണ്. പക്ഷേ അതോടൊപ്പം നമ്മളൊരു ശരീരത്തിനകത്ത് ഏത് ചക്രങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഏത് ചക്രങ്ങളാണ് നമ്മളത് കൊണ്ടുവരുന്നത്? ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ കൊണ്ടുവരും. അതോടൊപ്പം കൊണ്ടുവരുന്നതാണ് എന്ത്? ശ്വസന വ്യവസ്ഥ. ശരി, അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശ്വസന വ്യവസ്ഥ അറിയേണ്ടത്. അപ്പോൾ ശ്വസന വ്യവസ്ഥ എന്താണ്? ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ശ്വാസകോശം തന്നെയാണ്. ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് തെറ്റത്തില്ല. ശ്വാസകോശമാണ് ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ രക്തചംക്രമണ വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഏതായിരിക്കും? രക്തചംക്രമണ വ്യവസ്ഥയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ കേന്ദ്രം ഏതായിരിക്കും? അതിൻ്റെ കേന്ദ്രം ഹൃദയമാണ് അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ CPR കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ ആ ഒരു കംപ്രഷൻ കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത് അല്ലേ? 30 ചെസ്റ്റ് പ്രസ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ശ്വസന വ്യവസ്ഥ പുനഃസ്ഥാപിക്കാനായിട്ട് 2 ബ്രീത്തും നിങ്ങളാ കൂടെ കൊടുക്കുന്നുണ്ട്. ശരി, അതുപോലെ എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം എന്നൊരു പ്രത്യേകത എന്തിനുണ്ട്? ഈ ശ്വാസകോശത്തിനുണ്ട്. അതുപോലെ എന്താണ്? പേശികളില്ലാത്ത അവയവം എന്നറിയപ്പെടുന്നതും എന്താണ്? അതും ശ്വാസകോശം തന്നെയാണ്. പേശികളില്ലാത്ത അവയവം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം എന്നൊക്കെ അറിയുന്നത്. അതുപോലെ എന്താണ്? ശ്വാസോച്ഛ്വാസം എന്താണ്? ശ്വാസോച്ഛ്വാസം, റെസ്പിറേഷൻ അഥവാ ബ്രീത്തിങ് എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓക്സിജൻ എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു അല്ലേ? അപ്പോൾ എന്താ നമ്മൾ എടുക്കുന്ന ആ ഒരു എയർ, ഓക്സിജൻ അല്ല, നമ്മൾ എയർ ആണ് ശരിക്കും പറഞ്ഞാൽ എടുക്കുന്നത്. നമ്മൾ ഓക്സിജൻ എന്ന് പറയുമെങ്കിൽ നമ്മൾ എടുക്കുന്ന എയർ ആണ്. ഈ എയറിൽ എത്രത്തോളം ഓക്സിജൻ ഉണ്ടാവും? എത്ര % ഓക്സിജൻ ഉണ്ട് നമ്മൾ എടുക്കുന്ന എയറിൽ? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, 21% എയർ ഉണ്ട്. അതുപോലെ എക്സൈൽ ചെയ്യുന്നത് എത്രയാണ്? 16% എന്ന് നമ്മൾ പറഞ്ഞു. അത് ജനറലി 16% തന്നെയാണ്. പക്ഷേ SCERT പാഠപുസ്തകം അനുസരിച്ച് അത് വരുന്നത് 15%. SCERT പാഠപുസ്തകം അനുസരിച്ച് അത് വരുന്നത് 15%. അപ്പോൾ ഇൻഹെയിൽ ചെയ്യുന്നത് 21% ഓക്സിജൻ ഉണ്ടെന്ന് ഓർക്കുക. എക്സൈൽ ചെയ്യുന്നതിൽ എത്രയാണ്? 16% ആണെങ്കിലും നിങ്ങൾ പരീക്ഷയുടെ ആവശ്യത്തിന് വേണ്ടി പഠിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് 15% എന്ന രീതിയിൽ പഠിക്കുക കേട്ടോ. ഓക്കെ, ശ്വാസനാളത്തിൽ നിന്ന് വേർപെട്ട് ശ്വാസകോശത്തിലേക്ക് വായു കൊണ്ടുപോകുന്ന 2 വലിയ
വായുമാർഗ്ഗങ്ങളാണ് എന്ത്, ശ്വസനി എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് ബ്രോൺകെ എന്ന് പറയും കേട്ടോ. ശ്വസനി അല്ലെങ്കിൽ ബ്രോൺകെ. നിങ്ങൾ ബ്രോൺകെ എന്നാണ് നിങ്ങൾക്ക് അറിയാവുന്നത്, ശരിയാണ്. ചിലപ്പോൾ മലയാളത്തിലും ഇത് വരാം, അതുകൊണ്ട് തന്നെയാണ് ശ്വസിനി എന്ന് പറഞ്ഞത്. അപ്പം ശ്വാസകോശത്തിലേക്ക് വായു കൊണ്ടുപോകുന്ന രണ്ട് വലിയ വായുമാർഗ്ഗങ്ങളെയാണ് എന്തെന്ന് പറഞ്ഞത്, ശ്വസിനി എന്ന് പറഞ്ഞത്. അതുപോലെ ഈ ശ്വസിനിയുടെ അഗ്രശാഖകൾ അതിൻ്റെ ഏറ്റവും അറ്റത്തെത്തുമ്പോൾ അതിന് പറഞ്ഞ പേരാണ് ബ്രോൺകിയോൾ അഥവാ ശ്വസനിക. ഓക്കെ, ഇത് ഫാക്ട്സ് ആണ്, ഇത് പ്യുവർ ഫാക്ട്സ് ആണ്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതൊന്നും ഇതിനകത്ത് വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റ് ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഫാക്റ്റുകൾ പറഞ്ഞു പോകുന്നത്. ഇനി നിങ്ങൾ അറിയേണ്ട അടുത്തൊരു പോർഷനാണ് എന്ത്, ആൽവിയോളികൾ കേട്ടോ. ആൽവിയോളികൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് വീണ്ടും വിഭജിക്കുന്നുണ്ട്. ഇത് വീണ്ടും വിഭജിച്ച് അതെന്ത് ചെയ്യുന്നു, വാതക കൈമാറ്റം നടക്കുന്നു. ഓക്കെ, അത് എവിടെയാണെന്ന് വെച്ചാൽ അത് ആൽവിയോളികളിൽ വെച്ചിട്ടാണ് ഈ ഒരു വാതക കൈമാറ്റം നടത്തുന്നത്. അവിടെ എന്താണ്, അവിടെ ചെറിയ വായു സഞ്ചികളൊക്കെ ആയിട്ട് ഇത് അവിടെ എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് മുതിർന്നവരിൽ ഒരു ഏകദേശം എന്താണ് ഒരു 10 മുതൽ 12 സെൻറ്റിമീറ്റർ വരെയുള്ള നമുക്കറിയാം അല്ലേ, ശ്വാസനാളം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു തൊണ്ട അവിടെ നിന്നാണ് ഈ ഒരു ശ്വാസനാളം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു ഫുഡ് പൈപ്പിൻ്റെ അടുത്ത് തന്നെയായിരിക്കും ഈ ഒരു ശ്വാസനാളം വരുന്നത് അല്ലേ. ഈ ശ്വാസനാളത്തിലേക്ക് ഫുഡ് കിടക്കാതിരിക്കാനുള്ള ആ ഒരു അടയുന്ന ആ ഒരു പാർട്ടിൻ്റെ പേരെന്താണ് പറയുന്നത്, എപ്പിഗ്ലോട്ടസ് എന്ന് പറയും അല്ലേ. എപ്പിഗ്ലോട്ടസ് എന്ന് പറയും അല്ലേ. അപ്പം ഇത് ഒരു PYQ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു PYQ വന്നിട്ടാണ്, നമ്മൾ PYQ എല്ലാം നമ്മൾ നോക്കും. ശരി, അപ്പം ഇത് ഒരു മുതിർന്നവരിൽ ഏകദേശം വരുന്നത് നീളം എത്രയെന്ന് വെച്ചാൽ 10 മുതൽ 12 സെൻറ്റിമീറ്റർ നീളമാണ് ഇതിന് വരുന്നത്. ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ട്യൂബാണ് ഈ പറയുന്ന ശ്വാസനാളം എന്നത്. ഇത് അന്നനാളത്തിൻ്റെ മുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ എല്ലായ്പ്പോഴും തുറന്നിരിക്കുന്ന തരുണാസ്ഥ്യ വളയങ്ങൾ C ആകൃതിയിൽ ഇതിലടങ്ങിയിരിക്കുന്നു. ഫാക്ട്സ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ശ്വാസനാളത്തിൻ്റെ ഉള്ളിൽ ഒരു 2 കമ്പോണൻസ് ഉണ്ട്. എന്താണത്, സിലിയ അതുപോലെ മ്യൂക്കസ്. ഓക്കെ, ഈ ഒരു സിലിയയുടെയും മ്യൂക്കസിൻ്റെയും പ്രധാന ധർമ്മം എന്താണ്, ഉള്ളിലേക്ക് പൊടി പടലങ്ങളൊക്കെ കയറുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം. ഇപ്പം നമ്മുടെ മൂക്കിൻ്റെ അടുത്തൊന്നും എന്തുണ്ട്, ആ ഒരു രോമം ഇതായിട്ടുള്ള എന്തുണ്ട്, മ്യൂക്കസ് എന്നൊരു ഘടകമുണ്ട് അല്ലേ. അതിൻ്റെ ധർമ്മം എന്താണ്, പുറത്തുനിന്നുള്ള ആ ഒരു പൊടിപടലങ്ങളെ തടയുക എന്നുള്ളതാണ്. അൺവാണ്ടഡ് ഫോറിൻ ഒബ്ജക്ട്സിനെ അതിൻ്റെ ഒരു എൻട്രിയെ റെസ്ട്രിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആ ഒരു പാർട്ടിക്കിളുകളെ എന്ത് ചെയ്യുക, നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്. പിന്നെയാണ് ഇതിനെ സംരക്ഷിക്കുന്നത്, ഈ ശ്വാസകോശത്തെ സംരക്ഷിക്കുന്ന ഒരു ഇരട്ടപ്പാളിയുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്, പ്ലൂറ കേട്ടോ. പ്ലൂറ എന്നതാണ് ഈ ഒരു ശ്വാസകോശത്തെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ആവരണം ചെയ്യുന്ന ആ ഒരു ഇരട്ടപ്പാളിക്ക് പറയുന്ന പേര്. അപ്പോൾ ഇതാണ് ശ്വാസകോശത്തിൻ്റെ ആ ഒരു ഇമേജ്. നിങ്ങൾക്കറിയാമല്ലോ, തിയേറ്ററിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു ഇമേജാണ്, പക്ഷേ ഇത്രയും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലങ് കാണാൻ പറ്റുന്നുണ്ട്, പ്ലൂറൽ സായ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് പ്ലൂറ എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്, ഇന്റർകോസ്റ്റൽ മസിൽസ് കാണുന്നുണ്ട്, നമ്മൾ നോക്കുന്നുണ്ട്. ഇന്റർകോസ്റ്റൽ മസിൽസ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ എന്താണ്, ഡയഫ്രം എന്നൊരു ഏരിയ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഡയഗ്രാം ഇതായിട്ട് പഠിക്കണമെന്നില്ല. എൻ്റെ ഒരു ഫാക്ട്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പെരിഫറൽ ഫാക്ട്സ് നിങ്ങൾ അറിഞ്ഞാൽ മതി ഈ ഒരു എക്സാമിന്. അപ്പോൾ അടുത്ത നമ്മൾ നോക്കുന്നതാണ് ശ്വസനം. ഓക്കെ, ശ്വസനം. അപ്പം നിങ്ങൾ എന്തോരം ശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമോ? നിങ്ങളൊരു അഡൽട്ട് ആണല്ലോ, അതുകൊണ്ടാണല്ലോ എക്സാം എഴുതുന്നത്. അപ്പം നിങ്ങൾ എന്തോരം ശ്വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളൊരു ഏകദേശം ശ്വസിക്കുന്നത് ഒരു 12 to 18 ശ്വാസമാണ് ഒരു മിനിറ്റിൽ നിങ്ങൾ ശ്വസിക്കുന്നത് കേട്ടോ. 12 to 18 ശ്വാസമായിരിക്കും നിങ്ങളൊരു മിനിറ്റിൽ ഏകദേശം ശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിനെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആ ഒരു ഉപകരണത്തിൻ്റെ പേരെന്താണെന്ന് അറിയോ? സ്പൈറോമീറ്റർ. ഓക്കെ, സ്പൈറോമീറ്ററിനാണ് നിങ്ങൾ ആ ഒരു ശ്വസനത്തിൻ്റെ സമയത്ത് നിങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വായുവിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് സ്പൈറോമീറ്റർ എന്നത്. അതുപോലെ തന്നെ എന്താണ്, ഓക്സിജൻ്റെ അഭാവത്തിലുള്ള ശ്വസനത്തിനെ പറഞ്ഞ പേരാണ് അനേറോബിക് റെസ്പിറേഷൻ. നിങ്ങൾ തീർച്ചയായിട്ടും അനേറോബിക് റെസ്പിറേഷൻ ചെയ്തിട്ടുണ്ട്. എപ്പോഴാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓക്സിജൻ്റെ അഭാവത്തിലുള്ള ശ്വാസം പിടിച്ചു വെക്കുന്നതല്ല. എപ്പോഴാണ് നമ്മൾ ഇൻറ്റൻസ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് എനർജി കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ എനർജി കാര്യങ്ങൾ ആവശ്യമുള്ളത് ഇപ്പോൾ പൊതുവെ എങ്ങനെയാണ് എനർജി കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നത്? നമ്മൾ ശ്വസിക്കുന്നു, സെല്ല് അവിടെ വർക്കൗട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സെല്ല് അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, എനർജി ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അവിടുന്ന് എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സെല്ല് ചെയ്യുന്നതാണ് ആ ഒരു ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അവിടെ എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇൻറ്റൻസ് വർക്കൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അത്രയും എനർജി പോരാ. അന്നേരം ഇപ്പം ആ ഒരു എക്സ്ട്രാ എനർജിക്ക് വേണ്ടിയിട്ട്
അവർ അനേറോബിക് റെസ്പിറേഷൻ ഈ സെൽസ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ അനേറോബിക് റെസ്പിറേഷൻ നടക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഇൻറ്റൻസ് വർക്കൗട്ടിൻ്റെ സമയത്താണ് ഈ അനേറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. മറന്നു പോകരുത്, ഇൻറ്റൻസ് വർക്കൗട്ടിൻ്റെ സമയത്ത് നിങ്ങൾ ഓർമ്മ വെച്ചാൽ മതി. പിന്നെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിശ്രമാവസ്ഥയിലുള്ള ഒരു മുതിർന്ന വ്യക്തിയുടെ സാധാരണ ശ്വസനം, അതായത് നമ്മുടെയൊക്കെ ഒരു ശ്വസനം വരുന്നത് എത്രയാണ്, ഒരു 12 to 18 ശ്വാസമാണ് പെർ മിനിറ്റ് വരുന്നത്. 12 to 18 പെർ മിനിറ്റ് ആണ് വരുന്നത്. പക്ഷേ കുട്ടികളാകുമ്പോൾ അത് എത്രയായിരിക്കും, അത് വരുന്നത് 16 to 20 മിനിറ്റ് ആയിരിക്കും. 16 to 20 മിനിറ്റ് ആണ് കുട്ടികളുടെ. നവജാത ശിശു ആകുമ്പോൾ അത് കൂടുതലാണ്, 30 to 40 മിനിറ്റ്. ഓക്കെ, നമുക്ക് ഇപ്പം അഡൽട്ട് എന്നൊരു കാര്യം പറഞ്ഞു, മുതിർന്ന വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 18 അതിലുണ്ട് എന്നോർത്താൽ മതി. 18 അതിലുണ്ടെന്ന് ഓർക്കുക. 12 to 18 എന്നുള്ള രീതിയിൽ അത് കണക്ട് ചെയ്ത് വെക്കാം. അതുപോലെ കുട്ടികളാകുമ്പോഴത്തേക്കും 16 to 20, അതുപോലെ എന്താണ് നവജാത ശിശു ആകുമ്പോഴത്തേക്കും 30 to 40 ബ്രീത്ത് പെർ മിനിറ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതുപോലെ ഈ ഒരു ശ്വസന പ്രക്രിയയിലെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ എന്താണ്, ഇൻഹലേഷനും എക്സ്പിറേഷനും അല്ലേ. അപ്പം അതിന് എന്താണ് പറയുക, ഉച്ഛ്വാസവും നിശ്വാസവും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉച്ഛ്വാസവും നിശ്വാസവും എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, എപ്പിഗ്ലോട്ടിസ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. നമ്മൾ ക്ലാസ് ആ ഒരു സ്റ്റാർട്ട് ചെയ്ത സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് എപ്പിഗ്ലോട്ടിസ്, എന്താണ്, ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയാനായി അല്ലെങ്കിൽ അത് തടയുന്നതാണ് എന്ത്, എപ്പിഗ്ലോട്ടിസ് എന്നത് കേട്ടോ. അപ്പം ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് എന്തിൻ്റെ ധർമ്മമാണ്, എപ്പിഗ്ലോട്ടിസിൻ്റെ ധർമ്മമാണ്. ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ ഉച്ഛ്വാസവും നിശ്വാസവും നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഉച്ഛ്വാസത്തെയും നിശ്വാസത്തെയും സഹായിക്കുന്ന പേശികൾ അല്ലെങ്കിൽ മസിൽസിന് നമ്മൾ ഏതൊക്കെയാണ് ഉച്ഛ്വാസത്തെയും നിശ്വാസത്തെയും സഹായിക്കുന്ന മസിലുകൾ ഏതൊക്കെയാണ്, ഇന്റർകോസ്റ്റൽ പേശികളും അതുപോലെ ഡയഫ്രവുമാണ് കേട്ടോ. ഇന്റർകോസ്റ്റൽ പേശികളും ഡയഫ്രവുമാണ്. നമ്മൾ നേരത്തെ ഫിഗർ കാണുന്ന സമയത്ത് നമ്മൾ ഇന്റർകോസ്റ്റൽ പറഞ്ഞിരുന്നു, അപ്പോൾ നമ്മൾ പറഞ്ഞത് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മളത് പഠിക്കുന്നത്. ഉച്ഛ്വാസത്തെയും അതുപോലെ എന്താണ് നിശ്വാസത്തെയും സഹായിക്കുന്ന ആ ഒരു പേശികളെ നമ്മൾ പറയുന്നതാണ് ഇന്റർകോസ്റ്റൽ പേശികളും അതുപോലെ എന്താണ് ഡയഫ്രവുമാണ് അല്ലേ. നമ്മൾ ശ്വസിക്കുമ്പോൾ പൊങ്ങുകയും താഴുകയും ചെയ്യുമല്ലോ നമ്മുടെ ഹൃദയം. അപ്പോൾ ആ സമയത്ത് എന്താണ് അവിടെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിലുള്ള മസിൽസാണ്, ഇന്റർകോസ്റ്റൽ മസിൽസ് ആണ്. അതുപോലെ എന്താണ് ഡയഫ്രം ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഉച്ഛ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്, 21% നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അത് നിങ്ങൾക്ക് ക്ലിയർ ആണ്, നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഉച്ഛ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയാണ്, ഉച്ഛ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയാണ്, ഓക്സിജന്റെ അളവ് 21% നിങ്ങൾക്കറിയാം. കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് 0.04% ആണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ആ ഒരു ഇതാണ് SCRT-യിലുള്ളത്, 0.04% ആണ്. ഓക്കെ, അതുപോലെ തന്നെ നിശ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്, നിശ്വാസവായുവിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഉച്ഛ്വസിക്കുന്ന സമയത്ത് എത്ര ഉണ്ടായിരുന്നു, 21% ഉണ്ടായിരുന്നു. നമ്മളത് റിലീസ് ചെയ്യുന്ന സമയത്ത് എത്രയാണത് വരുന്നത്, 15% അല്ലേ, 15% ആണ്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 0.04% ആണ്. എന്നാൽ അത് എക്സെയിൽ ചെയ്യുന്ന സമയത്ത് വരുന്നത് 4% ആണ് കേട്ടോ. 0.04ഉം 4ഉം അല്ല, നമുക്ക് അതിൽ കണക്ട് ചെയ്യാൻ പറ്റും. രണ്ടിലും 4 ആണ്. അപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്. കാരണം നമ്മൾ ഓക്സിജന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വായു എടുക്കുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ തീർച്ചയായിട്ടും കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മാറിപ്പോകത്തില്ല. അതുപോലെ വിടുന്ന സമയത്ത് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ, ശരിയല്ലേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്, അത് എത്രയാണ്, 4% ആണ്. അത് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, 0.04%, 4%. എന്നാൽ ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും ഉള്ള നൈട്രജന്റെ അളവ് എത്രയാണ്, ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും ഉള്ള നൈട്രജന്റെ അളവ് എന്ന് പറഞ്ഞത് 78% ആണ് കേട്ടോ. 78% ആണ് ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും ഉള്ള നൈട്രജന്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത PYQ അല്ല, പക്ഷെ നമ്മൾ അടുത്തൊരു പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വന്നൊരു PYQ കാണിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം ഇൻഹലേഷൻ ശേഷി പരമാവധി പുറത്തേക്ക് വിടാവുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേരാണ്. എന്താണ് ആ പറയുന്ന പേര്, മാക്സിമം ഇൻഹലേഷന് ശേഷം പരമാവധി പുറത്തു വിടാവുന്ന വായുവിൻ്റെ അളവ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. വൈറ്റൽ കപ്പാസിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഞാൻ ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് PYQ വന്നൊരു ക്വസ്റ്റ്യൻ, പേടിപ്പിക്കാനല്ല. നമുക്കിതാണ് വന്നതിനകത്ത് വല്ലപ്പോഴും ഇതുപോലെ 1-2 ഇച്ചിരി കട്ടിയുള്ളതുണ്ടാവും, അത് കാര്യമാക്കണ്ട, നമ്മളത് ടാക്കിൾ ചെയ്യും. നമുക്കത് നോക്കാം. അപ്പോൾ എന്താണ് വൈറ്റൽ കപ്പാസിറ്റി, എന്താണ് വൈറ്റൽ കപ്പാസിറ്റി, നമ്മൾ ഇപ്പം പറഞ്ഞിരുന്നു അല്ലേ. എന്താണ്, ഗാഠമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തമായി നിശ്വസിക്കുമ്പോൾ, അതായത് നിങ്ങൾ ഡീപ്പായിട്ട് ബ്രെത്ത് എടുക്കുക, അതുപോലെ എന്ത് ചെയ്യുക, അത് ശക്തിയായിട്ട് തന്നെ റിലീസ് ചെയ്യുക. ഇപ്പോൾ ഈ സമയത്തേക്ക് പുറത്തേക്ക് പോകുന്ന പരമാവധി വായു, ഈ സമയത്തേക്ക് പുറത്തേക്ക് എന്തോരം വായു നിങ്ങൾ പോകുന്നുണ്ട്, നിങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ. കുറേ നേരം നിങ്ങൾ എയർ എടുത്ത് വെച്ചിട്ട് അതങ്ങ് നിശ്വസിക്കുന്നത് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് പോകുന്ന ആ ഒരു എയറിൻ്റെ കാര്യം പറയുന്നതാണ് എന്ത്, വൈറ്റൽ കപ്പാസിറ്റി എന്ന് കേട്ടോ. വൈറ്റൽ കപ്പാസിറ്റി ഓർമ്മയിലുണ്ടാവണം. അതുപോലെ തന്നെ
ആരോഗ്യമുള്ള ഒരു പുരുഷന്റെ വൈറ്റൽ കപ്പാസിറ്റി എത്രയാണ്? ബോർഡ് നോക്കി. ആരോഗ്യമുള്ള ഒരു പുരുഷന്റെ വൈറ്റൽ കപ്പാസിറ്റി എത്രയാണ്? 4.5 ലിറ്റർ ആണ് കേട്ടോ വരുന്നത്. 4.5 ലിറ്റർ ആണ് വരുന്നത്. ആരോഗ്യമുള്ള ഒരു പുരുഷന്റെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 4.5 ലിറ്റർ ആണ്. എന്നാൽ ആരോഗ്യമുള്ള ഒരു സ്ത്രീയുടെ വൈറ്റൽ കപ്പാസിറ്റി ആണെങ്കിൽ അത് 3 ലിറ്റർ ആണ് കേട്ടോ. ആരോഗ്യമുള്ള സ്ത്രീയുടെ 3 ലിറ്റർ ആണ്. അപ്പോൾ 3 ലിറ്റർ ആണ് സ്ത്രീക്ക്, സ്ത്രീയേക്കാൾ ഒരു 1.5 ലിറ്റർ കൂടുതലാണ് പുരുഷന്. അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അപ്പം നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്താണെന്ന് പഠിച്ചു. ക്ലിയർ ആണ്. നിങ്ങൾക്ക് നാളെയാണ് എക്സാം, നിങ്ങൾക്ക് അത് ഓർമ്മയിൽ ഇരുന്നോളും, മറന്നു പോകത്തില്ല. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ നോക്കുന്നത് ശ്വസന വ്യാപ്തമാണ് കേട്ടോ. അടുത്ത് നമ്മൾ നോക്കുന്നത് ശ്വസന വ്യാപ്തമാണ്, അല്ലെങ്കിൽ എന്താ ടൈഡൽ വോളിയം, ടൈഡൽ എയർ എന്നും പറയാം. നമ്മളിവിടെ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ടൈഡൽ എയർ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്മൾ ടൈഡൽ എയർ എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈഡൽ എയർ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ടൈഡൽ എയർ? എന്താണ്? ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവാണ് ശ്വസന വ്യാപ്തം. ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്ന അല്ലെങ്കിൽ നിശ്വാസത്തിലൂടെ നിങ്ങൾ റിലീസ് ചെയ്യുന്ന സാധാരണ ബ്രീത്താണ്. ആ സാധാരണ ബ്രീത്തിൽ നിങ്ങൾ എടുക്കുന്ന ഓക്സിജൻ, നിങ്ങൾ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈഓക്സൈഡിന് പറഞ്ഞ പേരാണ് എന്ത്? ടൈഡൽ വോളിയം എന്ന് പറഞ്ഞത്. ടൈഡൽ വോളിയം എന്നും വരാം, ടൈഡൽ എയർ എന്നും വരാം. രണ്ടും വന്നാലും ഒന്ന് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ടൈഡൽ എയർ നിങ്ങൾ പഠിച്ചു, ടൈഡൽ വോളിയം അറിയില്ല, അല്ലെങ്കിൽ ടൈഡൽ വോളിയമേ പഠിച്ചു, എയർ അറിയില്ല എന്ന് നിങ്ങൾ ഓർക്കേണ്ടത്. രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന ആ ഒരു വായുവിൻ്റെ അളവാണ് എന്ത്? ശ്വസന വ്യാപ്തം അഥവാ ടൈഡൽ എയർ അല്ലെങ്കിൽ ടൈഡൽ വോളിയം. ക്ലിയർ ആണ്? ശ്വസന വ്യാപ്തം എന്നാണ് അതിൻ്റെ പേര്. ശ്വസന വ്യാപ്തം എന്ന് പറയുമ്പോൾ സാധാരണ ശ്വസനമാണെന്ന് നിങ്ങൾ ഓർത്താൽ മതി. ശരി. അതുപോലെ എന്താണ്? ഒരു ആരോഗ്യവനായ ഒരു മനുഷ്യൻ്റെ ടൈഡൽ വോളിയം എത്രയാണ്? 500 മില്ലി ലിറ്റർ ആണ്. ഒരു ആരോഗ്യവനായ അല്ലേ, നമ്മൾ പയ്യെ ശ്വസിക്കുമ്പോൾ എത്ര കുറച്ചേ പോകുന്നുള്ളൂ അല്ലേ? കുറച്ച് എയറാണ് പുറത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ കുറച്ച് എയർ നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ ടൈഡൽ വോളിയം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 500 ml ആണ്. ക്ലിയർ ആണ് അല്ലേ? അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി എത്രയാണെന്ന് പറഞ്ഞേ? സ്ത്രീക്ക് എത്രയാണ് വൈറ്റൽ കപ്പാസിറ്റി? 3 ലിറ്റർ അല്ലേ? 3 ലിറ്റർ. അപ്പം പുരുഷനാകുമ്പോൾ എത്രയാണ്? 1.5 ലിറ്റർ കൂടുതലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എത്രയാണ്? 4.5 ലിറ്റർ. ക്ലിയർ ആണ്. അതുപോലെ ഈ ഒരു ശ്വസന വ്യാപ്തം അല്ലെങ്കിൽ ടൈഡൽ എയർ അല്ലെങ്കിൽ ടൈഡൽ വോളിയം എന്ന് പറഞ്ഞത് 500 മില്ലി. ക്ലിയർ ആണ്. ശരി. ഇനി നമ്മൾ നോക്കിയതാണ് അടുത്തത് റെസിഡ്യുവൽ വോളിയം. അതിനകത്തൊരു ഇതുണ്ടായിരുന്നു, റെസിഡ്യുവൽ കപ്പാസിറ്റി അഥവാ റെസിഡ്യുവൽ വോളിയം. അതെന്താണ് നമുക്ക് നോക്കാം. ശക്തമായ നിശ്വാസത്തിന് ശേഷം ശ്വാസകോശത്തിൽ അവശേഷിക്കുന്ന വായുവിൻ്റെ അളവാണ് എന്ത്? ശിഷ്ടവ്യാപ്തം അഥവാ റെസിഡ്യുവൽ വോളിയം അഥവാ റെസിഡ്യുവൽ കപ്പാസിറ്റി. ശക്തമായ നിശ്വാസത്തിന് ശേഷം, ശക്തമായി നിങ്ങൾ നിശ്വസിക്കുന്നു, ഇതിന് ശേഷം എന്താണ്? ശ്വാസകോശത്തിൽ പിന്നെ എന്തോരം ഓക്സിജൻ ഉണ്ട്? പിന്നെ ശ്വാസകോശത്തിൽ ഓക്സിജൻ ആവശ്യമുണ്ട് അല്ലേ? കംപ്ലീറ്റ്ലി ഓക്സിജനും ശരീരത്തിന് പുറത്തേക്ക് നമ്മൾ നിശ്വസിക്കുമ്പോൾ വിടുന്നില്ല. അങ്ങനെ വിടുന്നുണ്ടെങ്കിൽ ധാരണ തെറ്റാണ്. കാരണം എന്താ? നമ്മുടെ ബോഡിയിലെ വൈറ്റൽ ഫങ്ഷൻസ് നടന്നേ പറ്റൂ, സെൽസിന് ഫങ്ഷൻ ചെയ്തേ പറ്റൂ. അപ്പം അവിടെ അത് സംഭവിക്കുന്നില്ല. അപ്പം അവിടെ നമുക്ക് ആ ഒരു ബാക്കി വരുന്ന ശ്വാസകോശത്തിൽ ബാക്കി ഇരിക്കുന്ന ഓക്സിജനെ പറഞ്ഞ പേരാണ് എന്ത്? ശിഷ്ടവ്യാപ്തം അഥവാ റെസിഡ്യുവൽ വോളിയം അഥവാ റെസിഡ്യുവൽ കപ്പാസിറ്റി. ക്ലിയർ ആണ്? ക്ലിയർ ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ റെസിഡ്യുവൽ വോളിയം പറഞ്ഞു അല്ലേ? ശിഷ്ടവ്യാപ്തം നമ്മൾ പറഞ്ഞു. അപ്പോൾ ശിഷ്ടവ്യാപ്തം ആ ഒരു പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കുറച്ച് വോളിയം അകത്തുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഓക്സിജൻ അകത്തുണ്ട്. അതായത് എക്സ്ട്രാ കുറച്ച് ഓക്സിജൻ നമ്മൾ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനെ പറഞ്ഞ പേരാണ് എന്ത്? ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം കേട്ടോ. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം. നമ്മൾ ഉച്ഛ്വസിക്കുമ്പോൾ സംഭരിച്ചു വെക്കുന്ന വോളിയം, അത്രേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം. ക്ലിയർ ആണ്? ദീർഘമായ ഉച്ഛ്വാസത്തിലൂടെ ഒരു വ്യക്തി ഉള്ളിലേക്ക് എടുക്കുന്ന അധിക വായുവിൻ്റെ അളവ്, അധികം വന്നാൽ എന്ത് ചെയ്യുക? സംഭരിക്കുക അല്ലേ? സംഭരിക്കുകയാണ് ചെയ്യുന്നത്. അത് വലിച്ച് അല്ലെങ്കിൽ നമ്മൾ ഓക്സിജൻ നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ എയർ നമ്മൾ എടുക്കുന്നു, എയർ നമ്മൾ ഉച്ഛ്വസിക്കുന്നു. ഈ ഉച്ഛ്വസിക്കുന്ന സമയത്ത് അവിടെ വരുന്ന ആ ഒരു റെസിഡ്യുവൽ അല്ലെങ്കിൽ ആ വരുന്ന ഒരു വോളിയം, ഒരു സംഭരണം, അതിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം കേട്ടോ. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം. ക്ലിയർ ആണ്? അപ്പം ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം നമ്മൾ നോക്കി. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം നിങ്ങൾക്ക് ക്ലിയർ ആണ്. അപ്പം ഇനി അടുത്ത് നോക്കുന്നതാണ് നിശ്വാസ സംഭരണ വ്യാപ്തം. എന്തായിരിക്കും നിശ്വാസ സംഭരണ വ്യാപ്തം? എന്തായിരിക്കും നിശ്വാസ സംഭരണ വ്യാപ്തം? ശക്തമായ നിശ്വാസത്തിലൂടെ ഒരു വ്യക്തി പുറന്തള്ളാൻ കഴിയുന്ന അധിക വായുവിൻ്റെ അളവ്, ഒരു വ്യക്തിക്ക് പുറന്തള്ളാൻ കഴിയുന്ന അധിക വായുവിൻ്റെ അളവിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? നിശ്വാസ സംഭരണ വ്യാപ്തം കേട്ടോ. ഇതിന് പറഞ്ഞ പേരാണ് നിശ്വാസ സംഭരണ വ്യാപ്തം എന്ന് പറയുന്നത്. ശക്തമായ നിശ്വാസത്തിലൂടെ ഒരു വ്യക്തിക്ക് പുറന്തള്ളാൻ കഴിയുന്ന അധിക വായുവിൻ്റെ അളവ്. ക്ലിയർ ആണ്? അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നോക്കുന്നതാണ് എന്താണ്? ഉച്ഛ്വാസശേഷി കേട്ടോ. ഉച്ഛ്വാസശേഷി നമ്മൾ അടുത്ത് നോക്കുന്നത് എന്താണ്? ഉച്ഛ്വാസശേഷി എന്താണ്?
ഒരു വ്യക്തി സാധാരണ നിശ്വാസത്തിന് ശേഷം ഒരു വ്യക്തി സാധാരണയായി നിശ്വസിക്കുന്നു, സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നു, എക്സെയിൽ ചെയ്യുന്നു. ഈ എക്സെയിലിന് ശേഷം എന്ത് ചെയ്യുന്നു, അടുത്തൊരു ബ്രീത്ത് എടുക്കണ്ടേ, ആ വ്യക്തിക്ക് ജീവൻ നടത്തണമെങ്കിൽ അടുത്തൊരു ബ്രീത്ത് എടുക്കണ്ടേ. അപ്പം ഈ ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിൻ്റെ അളവ്, സാധാരണ ഒരു നിശ്വാസത്തിന് ശേഷം നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്ന, നിങ്ങളിപ്പോൾ ഒന്ന് നിശ്വസിച്ചില്ലേ, അതിനുശേഷം നിങ്ങളൊന്ന് ഉള്ളിലേക്ക് വായു എടുത്തില്ലേ, ഈ സമയത്ത് ആ ഉള്ളിലേക്ക് എടുത്ത വായുവിൻ്റെ അളവിനെ പറയുന്ന പേരാണ് എന്ത്, ഉച്ഛ്വാസ ശേഷി എന്നത്. ക്ലിയർ ആണ്? അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്താണ് എന്ത്, നിശ്വാസശേഷി. നിശ്വാസശേഷി. അപ്പോൾ നമ്മളിപ്പോൾ ഉച്ഛ്വാസശേഷി പറഞ്ഞു. അപ്പോൾ എന്താണ് നിശ്വാസശേഷി? എന്താണ്? സാധാരണ ഉച്ഛ്വാസത്തിന് ശേഷം പുറത്തുവിടുന്ന വായുവിൻ്റെ അളവ്. ഓക്കെ, നിങ്ങൾ സാധാരണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇൻഹേൽ ചെയ്യുന്നു. ഇൻഹേൽ ചെയ്തിട്ട് നിങ്ങളിപ്പം എക്സെയിൽ ചെയ്തില്ലേ, ആ എക്സെയിൽ ചെയ്ത ആ ഒരു വായുവിൻ്റെ അളവാണ് എന്ത്, നിശ്വാസശേഷി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നീടുണ്ട് ഒന്ന് എന്താ, ശ്വാസകോശ ശേഷി അഥവാ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയും. ശ്വാസകോശ ശേഷി. എന്താണ് ശ്വാസകോശ ശേഷി? ശ്വാസകോശത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ വായുവിൻ്റെ അളവ്, ശ്വാസകോശത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ വായുവിൻ്റെ അളവാണ് എന്ത്, ശ്വാസകോശ ശേഷി അഥവാ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, എന്താണ്, ആരോഗ്യമുള്ള മുതിർന്നവർക്ക് ശരാശരി ശ്വാസകോശ ശേഷിയായിട്ട് വരുന്നത് എത്രയാണ്, 6 ലിറ്റർ ആണ് കേട്ടോ. 6 ലിറ്റർ ആണ് ആരോഗ്യമുള്ള ഒരു മുതിർന്ന ആളുടെ ശരാശരി ശ്വാസകോശ ശേഷിയായിട്ട് കണക്കാക്കുന്നത് 6 ലിറ്റർ ആണ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ അടുത്ത് നോക്കുന്ന പോർഷനാണ് എന്ത്, പൾസ്. ഓക്കെ, പൾസാണ് നമ്മൾ ഇനിയിപ്പം അടുത്ത് നോക്കുന്നത്. അപ്പോൾ എന്താണ് പൾസ്? പൾസ് എന്താണ്? നിങ്ങൾ പലതവണ ഫീൽ ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് പൾസ്? നിങ്ങളെ ബ്രസ്റ്റിൽ നിങ്ങൾ കൈവച്ച് നോക്കിയിട്ടുണ്ട്, നിങ്ങളുടെ നെക്കിൽ നിങ്ങൾ കൈവച്ച് നോക്കിയിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ പൾസ് നിങ്ങൾ പലതവണ ഫീൽ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ് പൾസ്? എന്താണ്? നിങ്ങളുടെ ആർട്ടറീസിലൂടെ ബ്ലഡ് പോകുന്നുണ്ട് അല്ലേ, ബ്ലഡ് ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് ക്യാരി ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫ്ലോ നമുക്കറിയുന്നതാണ് ഈ പൾസിലൂടെ കേട്ടോ. ഈ പൾസിലൂടെ നമ്മൾ ആ ഒരു ബ്ലഡ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഫ്ലോ അറിയുന്നതാണ് ത്രൂ ഈ പൾസിലൂടെ. അത് ചില പോയിന്റുകളിൽ നമുക്ക് ആ പൾസ് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം, ആദ്യം എന്താണ് പൾസ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ പൾസിൻ്റെ ഒരു നിരക്ക് കാര്യങ്ങൾ നമ്മുടെ എക്സാമിന് വേണ്ട രീതിയിൽ നമുക്ക് നിരക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആരോഗ്യമുള്ള ഒരു മുതിർന്ന വ്യക്തിയുടെ പൾസ്, എത്രയായിരിക്കും ആരോഗ്യമുള്ള മുതിർന്ന വ്യക്തിയുടെ പൾസ്? 80 ആണ് കേട്ടോ. ഒരു മിനിറ്റിൽ 60 മുതൽ 80 വരെയാണ് അത് വരുന്നത്. അത് റെസ്റ്റിംഗ് പൊസിഷനിലാണ് ഇത്രയും വരുന്നത്. ഒരു വിശ്രമിക്കുന്ന ഒരു അവസ്ഥയിൽ വരുന്നത് 60 മുതൽ 80 വരെയാണ്. അത് കുട്ടികളിലാണെങ്കിൽ എത്രയായിരിക്കും? കുട്ടികളിലാണെങ്കിൽ അതൊരു 100 വരെയാവും കുട്ടികളുടെ കാര്യം പറയുമ്പോഴത്തേക്കും. എന്നാൽ ഒരു നവജാത ശിശു ആണെങ്കിൽ ഒരു 120 മുതൽ 140 വരെയാണ്. 120 മുതൽ 140 വരെയാണ് ഒരു നവജാത ശിശുവിൻ്റെ വരുന്നത്. അപ്പോൾ മുതിർന്നവരിൽ അത് എത്രയാണ് വരുന്നത്? 60 മുതൽ 80 വരെയാണ്. അപ്പം നമ്മുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് എത്രയായിരിക്കും? ഹാർട്ട് ബീറ്റ് റേറ്റ് വരുന്നത് മുതിർന്നവരിൽ ഒരു ശരാശരി 72 എന്ന നിരക്കിലാണ്. ശരാശരി 72 ഹാർട്ട് ബീറ്റ് എന്ന നിരക്കിലാണ് അത് മുതിർന്നവരിൽ വരുന്നത്. അപ്പോൾ ഈ പൾസ് നമുക്ക് എവിടെയൊക്കെ അറിയാം എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, റിസ്റ്റിൽ നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു, അതുപോലെ നെക്കിൽ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് എവിടെയാണ്, നമുക്ക് പിന്നെ ഒരു ഇന്നർ എൽബോ ആ ഒരു ഭാഗത്തൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ നെക്കിൽ അറിയുന്നതിന് പേരാണ് എന്ത്, കാർട്ടോയിഡ് ആർട്ടറി എന്ന് പറയും. നെക്കിൽ അറിയുന്നതിന് കാർട്ടോയിഡ് ആർട്ടറി എന്ന് പറയും. അത് കയ്യിലാണെങ്കിൽ, അല്ലെങ്കിൽ കൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എൽബോ ആ ഒരു ഭാഗത്താണെങ്കിൽ ഇതിനെ അറിയുന്നത് എങ്ങനെയാണ്, ബ്രാക്കിയൽ ആർട്ടറിയിലായിരിക്കും ഇതറിയാൻ പറ്റുന്നത്. ആ ഒരു പോയിന്റിന് പറഞ്ഞ പേരാണ് ബ്രാക്കിയൽ ആർട്ടറി എന്നത്. അതുപോലെ റിസ്റ്റ് ആണെങ്കിൽ അതെന്താണ്, റേഡിയൽ ആർട്ടറി എന്നാണ് റിസ്റ്റിൽ പറയുന്നത്. അപ്പോൾ ക്ലിയർ ആണ്. റിസ്റ്റിലാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് റേഡിയൽ ആർട്ടറി. അത് കഴുത്തിലാണെങ്കിൽ അത് ഏതായിരിക്കും, കാർട്ടോയിഡ് ആർട്ടറി. അതുപോലെ അത് എൽബോയിലാണെങ്കിൽ എവിടെയായിരിക്കും, അത് ബ്രാക്കിയൽ ആർട്ടറിയിലാണ് ഇത് അറിയുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നോക്കുന്നതാണ് എന്ത്, രക്തചംക്രമണ വ്യൂഹം അല്ലേ, ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം. നമ്മൾ സർക്കുലേഷൻ സിസ്റ്റത്തിലോട്ട് എത്തി. നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റമാണ് നമ്മൾ എടുത്ത് നോക്കുന്നത്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റത്തിൻ്റെ കേന്ദ്രം എവിടെയാണെന്നാണ് പറഞ്ഞത്? നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞത്, ശ്വാസകോശം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, എവിടെയാണ് വരുന്നത്? ഹാർട്ടിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഹൃദയത്തിലാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരാൾ ബോധക്ഷയം സംഭവിച്ചോ ഏതെങ്കിലും രീതിയിൽ ആൾക്ക് ബോധം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, CPR കൊടുക്കുന്നത്. ആളുടെ രക്തയോട്ടം നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഈ ഒരു CPRൻ്റെ ഒരു ഉദ്ദേശം. അതുപോലെ പിന്നെ എന്താണ്, എയർ ഫ്ലോ അല്ലെങ്കിൽ ഓക്സിജൻ്റെ ആ ഒരു സർക്കുലേഷൻ കൊടുക്കാനുമാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ രക്തചംക്രമണ വ്യൂഹത്തിൽ നമ്മൾ രക്തത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രക്തചംക്രമണ വ്യൂഹത്തിൻ്റെ ഒരു കേന്ദ്രം അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ ഏതാണ്, ഹൃദയം ആണ് വരുന്നത്.
അപ്പം നമ്മൾ അവിടെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു അല്ലേ, നമ്മൾ രക്തത്തിൻ്റെ കളറൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ കണ്ടിരുന്നുണ്ട് ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, അതുപോലെ കാപ്പിലാരീസ് ഉണ്ട് അല്ലേ. ആർട്ടറീസ് എന്താണ്? ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ ധമനികൾ. കാപ്പിലാരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മ രക്തവാഹിനികൾ അല്ലെങ്കിൽ സൂക്ഷ്മ രക്തക്കുഴലുകൾ എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ പിന്നെ എന്താണ് വരുന്നത്? വെയിൻസ് വരുന്നുണ്ട് അല്ലേ, സിരകൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ആർട്ടറീസ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ആർട്ടറീസ് എന്താണ് ചെയ്യുന്നത്? ആർട്ടറീസ് ചെയ്യുന്നത് ശുദ്ധമായ രക്തത്തെ ക്യാരി ചെയ്യുക. ശുദ്ധമായ രക്തത്തെ ക്യാരി ചെയ്യുക. അത് എവിടുന്നാണ്? ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ശുദ്ധമായ രക്തത്തെ എത്തിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരുടെ ധർമ്മമാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? അത് ആർട്ടറീസിൻ്റെ ധർമ്മമാണ്. അതുപോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം എത്തിക്കുന്നത് ആരുടെ ധർമ്മമാണെന്ന് ചോദിച്ചത് വെയിൻസിൻ്റെ ധർമ്മമാണ്. അവിടെ കാപ്പിലാരീസ് എന്താണ് ചെയ്യുന്നത്? കാപ്പിലാരീസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടിനും ഇടയിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. ആർട്ടറീസിനും വെയിൻസിനും ഇടയിൽ കണക്ഷൻ കൊണ്ടുവരും. ടിഷ്യൂസിന് വേണ്ട ന്യൂട്രിയൻസ് കാര്യങ്ങൾ, മീൻസ് ഒരു ഗ്യാസസ്, അതുപോലെ ചെറിയ ബ്ലഡുകൾ കാര്യങ്ങൾ, ഇതെല്ലാം എത്തിക്കുന്നത് ആരുടെ ധർമ്മമാണ്? ഇത് കാപ്പിലാരീസിന്റെ ധർമ്മമാണ്. അപ്പോൾ നമ്മൾ ആർട്ടറീസ് എന്താണ് നമ്മൾ കണ്ടു, അതുപോലെ വെയിൻസ് എന്താണെന്ന് നമ്മൾ കണ്ടു, അതുപോലെ എന്താണ് സൂക്ഷ്മധമനികൾ അതെന്താണെന്നും നമ്മൾ കണ്ടു അല്ലേ. ശരി, അപ്പം മനുഷ്യ ശരീരത്തിൽ എന്തോരം രക്തം ഉണ്ടാവും? ഒരു അഡൽട്ടായിട്ടൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏകദേശം എന്തോരം രക്തം ഉണ്ടാവും? 5 ലിറ്റർ രക്തമായിരിക്കും ഒരു മനുഷ്യ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് വരുന്നത്. അതുപോലെ തന്നെ മനുഷ്യ ഹൃദയത്തിൻ്റെ ഭാരം, അതൊക്കെ ഫാക്റ്റാണ് കേട്ടോ, നമുക്ക് ഇന്നത്തൊന്നും പറയാനില്ല, ഇതൊക്കെ ഫാക്റ്റാണ്. മനുഷ്യ ഹൃദയത്തിലെ ഏകദേശം ഭാരം എത്രയാണെന്ന് വെച്ചാൽ 250 മുതൽ 300 ഗ്രാം വരെയാണ് വരുന്നത്. അതുപോലെ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം ഏതാണ്? ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം ഏതാണ്? അത് പെരിക്കാർഡിയമാണ്. ബ്രെയിനിനെ പൊതിയുന്ന ഏതാണ്? അപ്പം ബ്രെയിനിനെ പൊതിയുന്ന ഓർത്ത് വയ്ക്കുക ഏതാണ്? മെനിഞ്ചസ് അല്ലെ, മെനിഞ്ചസ് ആണ് പൊതിയുന്നത്. അതുപോലെ മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4 അറകളുണ്ടല്ലേ. മുകളിൽ 2 അറ, താഴെ 2 അറ. മുകളിലെ 2 അറ എന്ത് പറയും? ഓറിക്കിൾസ് എന്ന് പറയും അല്ലേ, ഓറിക്കിൾസ്. അതുപോലെ ആട്രിയം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ അതിൻ്റെ താഴത്തെ അറകളെ പറയുന്ന പേരാണ് എന്ത്? വെൻട്രിക്കിൾസ്. ഇപ്പം നമ്മൾ നേരത്തെ AED പഠിക്കുന്ന സമയത്ത് അല്ലെ, AED പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറഞ്ഞത്? വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ സംഭവിക്കുമ്പോഴാണ് നമ്മൾ AED ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങൾക്കത് വ്യക്തമാണ്, ക്ലിയർ ആണ്. അത് നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നിങ്ങളോട് ഒരിക്കലും എക്സാമിന് ചോദിക്കില്ല. അതുപോലെ തന്നെ ഞാനൊരു കോഡും കൂടെ പറഞ്ഞുതരാം. ആർട്ടറീസ്, അതുപോലെ എന്താണ്? വെയിൻസ് അല്ലേ. ആർട്ടറീസ് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? ഓക്സിജനെ ക്യാരി ചെയ്യുന്നു. വെയിൻസ് കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാരി ചെയ്യുന്നു പറഞ്ഞു അല്ലേ. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ABCD ലെറ്ററിൽ A സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? A ആണ് ഏറ്റവും അധികം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഏറ്റവും അധികം നമ്മുടെ നോസിൽ നിന്ന് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ഓക്സിജൻ ആണെന്ന് ഓർത്താൽ മതി. അപ്പോൾ A വെച്ച് ആർട്ടറീസ് വരുന്നു, അതെന്ത് ചെയ്യുന്നു? ഓക്സിജൻ ക്യാരി ചെയ്യുന്നു. V വെച്ച് വെയിൻസ് വരുന്നു, അതെന്ത് ക്യാരി ചെയ്യുന്നു? അത് കാർബൺ ഡൈ ഓക്സൈഡ് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിൽ നിന്ന് ഹാർട്ടിലേക്ക് ക്യാരി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സ്ലൈഡ് നോക്കാം. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. ഹൃദയ അറകളുടെ സങ്കോചത്തെ പറയുന്ന പേര്. ഹൃദയ അറകളുടെ സങ്കോചത്തെ പറയുന്ന പേര് എന്താണ്? ഹൃദയ അറകളുടെ സങ്കോചത്തെ പറഞ്ഞ പേര് സിസ്റ്റോളി എന്നാണ് കേട്ടോ. സിസ്റ്റോളി എന്നാണ് ഹൃദയ അറകളുടെ സങ്കോചത്തെ പറയുന്ന പേര്. അതുപോലെ തന്നെ ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥയെ പറയുന്ന പേരാണ് എന്താണ്? ഡയസ്റ്റോളി എന്നത്. ഓക്കെ, നിങ്ങൾ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്, സിസ്റ്റോളി ഡയസ്റ്റോളി എന്നത്. എന്നാൽ ഒരു സാധാരണ ഒരു ഹ്യൂമനിലെ ഒരു സിസ്റ്റോളിക് പ്രഷർ എത്രയായിരിക്കും? ഓർമ്മയുണ്ടോ? അറിയാവോ? പഠിച്ചിട്ടുണ്ടോ? ജനറൽ സയൻസിൽ നിങ്ങൾ പഠിച്ചോ? 120 മില്ലിമീറ്റർ HG എന്നാണ് പറയുന്നത്. mmHg. ഓക്കെ, നിങ്ങൾക്കത് വായിക്കാൻ ക്ലിയർ ആയിരിക്കും. 120 mmHg എന്നാണ് പറയുന്നത്. അത് ഒന്നുമില്ല, മെർക്കുറിയുടെ ഒരു മില്ലിമീറ്റർ അളവിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 120 mmHg എന്ന് പറയുന്നത്. അത് ഡയസ്റ്റോളി. നിങ്ങൾ എഴുതിയെടുക്കേണ്ട, താഴെ നമ്മൾ വരുന്നുണ്ട്, നമ്മൾ നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ വിശ്രാമാവസ്ഥയിൽ ഇതിൻ്റെ പറഞ്ഞ പേരാണ് ഡയസ്റ്റോളി എന്നത്. ഡയസ്റ്റോളി എത്രയായിരിക്കും? 80 mmHg ആയിരിക്കും ആ ഒരു ഡയസ്റ്റോളി വരുന്നത് കേട്ടോ. 80 mmHg ആയിരിക്കും ഡയസ്റ്റോളി വരുന്നത്. ഓക്കെ, അപ്പോൾ ഹൃദയസ്പന്ദനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സിസ്റ്റോളിയും ഒരു ഡയസ്റ്റോളിയും ചേർന്നാണ് ഹൃദയസ്പന്ദനം അല്ലെ. കോൺട്രാക്ഷൻ, റിലാക്ഷൻ, നിങ്ങൾ ഇതായിരിക്കും പഠിച്ചുള്ളൂ. കോൺട്രാക്ഷനും റിലാക്സേഷനും ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പം ഈ രണ്ടും കൂടെ ചേർന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഹൃദയസ്പന്ദനം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഇത് എത്രയാണ്? മിനിറ്റിൽ എത്രയാണ്? ഒരു അഡൽറ്റിന് മിനിറ്റിൽ എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 72 അല്ലേ, 72 ബീറ്റ്സ് ആണ് വരുന്നത്. ശരിയാണ്. ഓക്കെ, അതുപോലെ തന്നെ
ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ അല്ലേ, മെഡുല്ല ഒബ്ലാങ്കേറ്റ. അതുകൊണ്ട് തന്നെയാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റയ്ക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ പിന്നെ എന്താ സംഭവിക്കുക? ആള് ഇതാവുന്നു അല്ലെ, തീരുന്നത് ആളുടെ കാര്യത്തിൽ തീരുമാനമാവുന്നത് ആ ഒരു കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ്? ഇത് സിസ്റ്റോളി നമ്മൾ നേരത്തെ പറഞ്ഞു, സിസ്റ്റോളി. മറ്റേത് എത്രയാണ്? ഡയസ്റ്റോളി നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ സിസ്റ്റോളി ഡയസ്റ്റോളിയാണ് ഞാൻ ചോദിച്ചു അല്ലേ, സാധാരണ എത്രയാണ് ഒരാളുടെ സിസ്റ്റോളി? നമ്മൾ 120 mmHg ആണ് നമ്മൾ പഠിച്ചു. ഡയസ്റ്റോളി എത്രയാണെന്ന് ചോദിച്ചു, 80 mmHg ആണെന്ന് പഠിച്ചു. അപ്പോൾ ഇത് തന്നെയാണ് ഒരു മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു ഫാക്റ്റാണ്, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്വിഗ്മോ മാനോമീറ്റർ ആണ് കേട്ടോ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേരാണ് എന്ത്? സ്വിഗ്മോ മാനോമീറ്റർ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ്, ആ ഒരു ഫാക്ട് പഠിച്ചു. അതുപോലെ ഹൃദയമിടിപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? സ്റ്റെതസ്കോപ്പ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. അപ്പോൾ ഹൃദയമിടിപ്പ് പരിശോധിക്കാൻ സ്റ്റെതസ്കോപ്പാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്വിഗ്മോ മാനോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണ്. അപ്പോൾ നമുക്കടുത്ത ഹൃദയത്തിൻ്റെ വാൽവുകൾ നോക്കാം. ഹൃദയത്തിന് എത്ര വാൽവുകളുണ്ട്? 4 വാൽവുകളാണല്ലേ ഉള്ളത്. ഏതൊക്കെയാണ്? മിട്രാൽ, അതുപോലെ ട്രൈക്കസ്പിഡ്, അവോർട്ടിക്, പൾമണറി. അപ്പോൾ ഇത്രയും 4 വാൽവാണ് എന്നുള്ളത് ഹൃദയത്തിനുള്ളത്. അതുപോലെ തന്നെ ഇത് ഓരോന്നും ഫാക്റ്റാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഒന്നും അധികം പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു പോകുന്നത്. നമുക്ക് വിശദീകരിക്കുന്നതൊക്കെ നമുക്ക് വിശദീകരിച്ച് തരാം. ഓക്കെ, അപ്പോൾ ഹൃദയത്തിൻ്റെ കട്ടി കൂടിയ ഭിത്തിയുള്ള അറയാണ് ഇത്. ഇടത് വെൻട്രിക്കിളാണ് ഹൃദയത്തിൻ്റെ കട്ടി കൂടിയ ഭിത്തിയുള്ള അറ. ഇടത് വെൻട്രിക്കിൾ, ഇംഗ്ലീഷിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലേ, ഇടത് വെൻട്രിക്കിൾ അഥവാ ലെഫ്റ്റ് വെൻട്രിക്കിൾ, അതാണ് ഹൃദയത്തിൻ്റെ കട്ടി കൂടിയ ഭിത്തിയുള്ള അറ. അതുപോലെ ഏട്രിയം, വെൻട്രിക്കിൾ എന്നീ ഹൃദയ അറകളെ വേർതിരിക്കുന്നത് അതേതാണെന്ന് വെച്ചാൽ കസ്പിഡ് വാൽവാണ്. കസ്പിഡ് വാൽവാണ് ഈ ഏട്രിയം, വെൻട്രിക്കിൾ എന്നീ ഹൃദയ അറകളെ വേർതിരിക്കുന്നത്. അതുപോലെ തന്നെ രക്തക്കുഴലിൽ നിന്ന് ഹൃദയത്തിലേക്ക് തിരികെ രക്തം ഒഴുകാതെ സഹായിക്കുന്ന വാൽവ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെമി ലൂണാർ വാൽവാണ് കേട്ടോ. സെമി ലൂണാർ വാൽവാണ് രക്തക്കുഴലിൽ നിന്ന് ഹൃദയത്തിലേക്ക് തിരികെ രക്തം ഒഴുകാതെ സഹായിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിന് പറഞ്ഞ വേറൊരു പേരാണ് അർദ്ധചന്ദ്രാകാരൻ വാൽവ്. അങ്ങനെ ഒരു പേരും കൂടെ അതിന് പറയുന്നുണ്ട്. അർദ്ധചന്ദ്രാകാര വാൽവ് എന്നൊരു പേരും കൂടെ പറയുന്നുണ്ട്. അത് അതിൻ്റെ ആ ഒരു ഷേപ്പ് വെച്ചിട്ടായിരിക്കും, ഒരു അർദ്ധചന്ദ്രൻ്റെ ഷേപ്പിലുള്ളതുകൊണ്ടായിരിക്കും അർദ്ധചന്ദ്രാകാര വാൽവ് എന്നുകൂടെ തന്നെ പറയുന്നത്. അതുപോലെ തന്നെ മിട്രൽ വാൽവ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബൈക്കസ്പിഡ് വാൽവാണ് കേട്ടോ. മിട്രൽ വാൽവ് എന്നറിയപ്പെടുന്നത് ബൈക്കസ്പിഡ് വാൽവാണ്. ഇടത് വെൻട്രിക്കിളിനും അതുപോലെ തന്നെ എന്താണ് മഹാധമനിക്കും ഇടയിലുള്ള വാൽവിന് പറഞ്ഞ പേരാണ് എന്ത്? അയോട്ടിക് വാൽവ് എന്ന് കേട്ടോ. ഇടത് വെൻട്രിക്കിളിനും മഹാധമനിക്കും ഇടയിലുള്ള വാൽവിന് പറഞ്ഞ പേരാണ് അയോട്ടിക് വാൽവ് എന്നത്. അതുപോലെ തന്നെ രക്തത്തെ മഹാധമനിയിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്ന വാൽവ് അറിയപ്പെടുന്ന പേരാണ് പൾമണറി വാൽവ്. രക്തത്തെ മഹാധമനിയിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്ന വാൽവാണ് എന്ത്? പൾമണറി വാൽവ്. അതുപോലെ രക്തക്കുഴലിൻ്റെ ആകെ നീളം ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിക്കാം. എന്നാണ് 1,00,000 കിലോമീറ്റർ ആണ് അതിൻ്റെ ഒരു ആകെ നീളം എന്ന് രക്തക്കുഴലുകളുടെ, നമ്മുടെ ശരീരത്തെ മൊത്തമുള്ള രക്തക്കുഴലുകളുടെ ഒരു ആകെ നീളം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ പെടും? ആട്രീസ്, വെൻട്രിക്കിൾസ്, അതുപോലെ തന്നെ ക്യാപ്പിലാരീസ് അല്ലേ, സിരകൾ, ധമനികൾ, അതുപോലെ സൂക്ഷ്മ രക്തക്കുഴലുകൾ, ഇത്രയും അതിനകത്ത് പെടും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് അസ്ഥിവ്യവസ്ഥ നോക്കാം. അടുത്ത് അസ്ഥിവ്യവസ്ഥ തന്നെ സ്കെലറ്റൽ സിസ്റ്റം. ഓക്കെ, അപ്പം എന്താണ് അസ്ഥിവ്യവസ്ഥയുടെ പ്രത്യേകത? എന്താണ്? നമ്മുടെയൊക്കെ ഒരു രൂപത്തിന് കാരണമായിട്ടുള്ള ഒരു ഇതല്ലേ, ഒരു കലയാണല്ലേ ഈ ഒരു അസ്ഥിവ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് എന്താണ്? ശരീരത്തിൻ്റെ ഒരു ഘടന തീരുമാനിക്കുന്നത് തന്നെ ഈ ഒരു അസ്ഥിവ്യവസ്ഥയാണ്. അതായത് ഘടനയും ആകൃതിയും നൽകുന്നു എന്ന് പറയുന്നത് ഈ ഒരു അസ്ഥിവ്യവസ്ഥയാണ്. അതുപോലെ തന്നെ എന്താണ്? പേശി ജോയിൻസ് അല്ലേ, അല്ലെങ്കിൽ മസിൽസ് ജോയിൻസ്, അല്ലെങ്കിൽ പേശി സന്ധികൾ. അപ്പം ഇവയായിട്ടൊക്കെ ചേർന്ന് എന്താണ് ഒരു ചലനം സാധ്യമാക്കുന്നത് ആരാണ്? അസ്ഥികളാണ്. പേശി ജോയിൻസ് ഒക്കെ ആയിട്ട് ചേർന്ന ഒരു ചലനം എന്നൊരു പ്രക്രിയ പോസിബിൾ ആക്കുന്നത് ആരാണ്? അസ്ഥികളാണ്. അതുപോലെ തന്നെ നമ്മുടെ വൈറ്റൽ ഓർഗൻസ്, ഇപ്പം എന്താ പറയുക, ഇപ്പം തലച്ചോറ് അല്ലെങ്കിൽ ശ്വാസകോശം, ഹൃദയം, ഇതിനെയൊക്കെ പൊതിഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യുന്നത് പുറത്ത് ഒരു എക്സ്റ്റേണലി നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? അതും അസ്ഥികളാണ് അല്ലേ. തലച്ചോറ്, ഹൃദയം, ശ്വാസകോശം തുടങ്ങിയ സുപ്രധാന അവയവങ്ങളെ വലയം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നൊരു ധർമ്മം കൂടിയുണ്ട്. അതുപോലെ തന്നെയാണ് അസ്ഥിമജ്ജ. ബ്ലഡ് സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് അസ്ഥിമജ്ജയാണ് കേട്ടോ. അസ്ഥിയുടെ നടുക്ക് കാണപ്പെടുന്ന അസ്ഥിമജ്ജയാണ് ഈ ഒരു ബ്ലഡ് സെൽസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ചുവപ്പും വെള്ളയും രക്തകോശങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് WBC, അതുപോലെ RBC, ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അതും ഈ അസ്ഥി മജ്ജയാണ്. അസ്ഥി ഉള്ളത് കൊണ്ട് തന്നെയാണ്
ഈ ഒരു രക്തചംക്രമണ വ്യവസ്ഥയ്ക്കും അതിനൊരു താങ്ങായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അസ്ഥികളിൽ കാൽസ്യം പോലുള്ള ധാതുക്കൾ സംഭരിക്കുന്നു. അതായത് ഇപ്പോൾ എന്താ പറയുന്നത്, കാൽസ്യം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ഒക്കെ ഈ ഒരു അസ്ഥിയിൽ സംഭരിച്ച് വെക്കുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ ഒരു മേജറായിട്ട് ഇതിനെ മേക്ക് ചെയ്തിരിക്കുന്നതിനെ ഏത് വെച്ചിട്ടാണ്, ഈ ഒരു കാൽസ്യം ഫോസ്ഫേറ്റ്, അതുപോലെ കാൽസ്യം ഫോസ്ഫേറ്റ് വരുന്നുണ്ട്, അതുപോലെ കാൽസ്യം കാർബണേറ്റ്, ഇതിൻ്റെ ഒരു ഇതിലാണ് ഇതിനെ മേക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 85% ഉള്ളത് ഏതാണ് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ആ ഒരു അസ്ഥിയിലെ 85% കമ്പോണന്റ് നമുക്ക് പറയാവുന്ന ഏതാണ്, കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് കേട്ടോ. ഒരു 85% ആ ഒരു അസ്ഥിയുടെ ഒരു മേജറായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അതോടൊപ്പം തന്നെ കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ അസ്ഥിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ആവശ്യമുള്ളപ്പം ഇതിനെ എന്താണ് റിലീസ് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തിനോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആ ഒരു ന്യൂട്രീഷൻ ആ ഒരു ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി കുറയ്ക്കാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ അസ്ഥികൂടത്തെ പ്രധാനമായും അത് എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് തരംതിരിച്ചിരിക്കുന്നത് 2 രീതിയിലാണ്. അക്ഷാസ്ഥികൂടം എന്നും അനുബന്ധാസ്ഥികൂടം എന്നുമാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. അതെന്താ, ആക്സിയൽ സ്കെലിട്ടൺ, പിന്നെ എന്താ അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ എന്ന രീതിയിലാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടം. അതിലെ അക്ഷാസ്ഥികൂടമാണ് നിങ്ങൾ ഈ ഒരു ഫിഗറിൽ ആ ഒരു നീല നിറത്തിൽ കാണുന്നത്. എന്താണ്, അതാണ് അക്ഷാസ്ഥികൂടം. ഏറ്റവും വൈറ്റലായിട്ടുള്ള അസ്ഥികൂടമാണ്. എന്തൊക്കെയാണത്, വാരിയൽ ഉൾപ്പെടും, സ്കൾ ഉൾപ്പെടും, അതുപോലെ എന്താ നട്ടൽ ഉൾപ്പെടും. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു പോർഷനാണ് ഈ പറയുന്ന അക്ഷാസ്ഥികൂടം എന്നത്. അനുബന്ധാസ്ഥികൂടം എന്ന് വെച്ചാൽ എന്താണ്, ആ അസ്ഥിയായിട്ട് ബന്ധിച്ചിരിക്കുന്ന മറ്റ് അസ്ഥികളാണ് എന്ത്, അനുബന്ധാസ്ഥികൂടം. അക്ഷാസ്ഥികൂടമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കും, ബാക്കി ആ ഒരു കൈ, അതുപോലെ കാല്, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ വരുമ്പോഴത്തേക്കും എന്താണ്, ഇതെല്ലാം ബാക്കിയുള്ള അസ്ഥികളുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അല്ലേ. അതുകൊണ്ടാണ് അതിനെ അനുബന്ധ അസ്ഥികൂടം എന്ന് പറയുന്നത്. അപ്പോൾ അക്ഷാസ്ഥികൂടം, അനുബന്ധ അസ്ഥികൂടം എന്നാണ് പറഞ്ഞത്. ആക്സിയൽ സ്കെലിട്ടൺ അല്ലെങ്കിൽ അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ എന്ന് നമുക്ക് തന്നെ പറയാം. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ അക്ഷാസ്ഥികൂടത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അക്ഷാസ്ഥികൂടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണ്, ഒന്ന് മാറല്, അതുപോലെ എന്താ വാരിയെല്ലുകൾ, നട്ടെല്ല്, തലയോട് അല്ലെങ്കിൽ സ്കൾ, ഇത് ഇത്രയാണ് അക്ഷാസ്ഥികൂടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അനുബന്ധാസ്ഥികൂടം എന്ന ഒരു ഇതിലെടുത്താൽ അല്ലെങ്കിൽ അനുബന്ധാസ്ഥികൂടത്തിൽ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്, എന്താണ്, കയ്യ്, കാല് അല്ലെങ്കിൽ ഇടുപ്പല്ല്, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത് അല്ലേ. അതിലെന്താണുള്ളത്, തോളല്, ഇടുപ്പല്ല്, കൈകാലുകളിലെ അസ്ഥികൾ എന്നിവയാണ് ആ ഒരു അനുബന്ധാസ്ഥികൂടത്തിൽ പെടുന്നത്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്, 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ആകെ ഉള്ളത്. അതുപോലെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളാണ് എങ്കിൽ ചോദിക്കുന്നതെങ്കിൽ 80, അതുപോലെ അനുബന്ധാസ്ഥികൂടമാണെങ്കിൽ 26. ക്ലിയർ ആണല്ലോ. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 206. നവജാത ശിശു ആണെങ്കിൽ അത് 300 അസ്ഥികളാണ് കേട്ടോ. 300 അസ്ഥികളാണ് നവജാത ശിശുവിൻ്റെ കേസിൽ. അത് 300 അസ്ഥികളാണ്. പിന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു കുട്ടി വളരുന്നതനുസരിച്ച് ഈ അസ്ഥിയുടെ അല്ലെങ്കിൽ എല്ലിൻ്റെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. 206 അസ്ഥികളിലേക്ക് അത് എത്തും കേട്ടോ. 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയാവുന്നത്. അതുപോലെ അക്ഷാസ്ഥികൂടമാണെങ്കിൽ എത്രയാണ്, 80 അസ്ഥികളാണ്. അതുപോലെ അനുബന്ധാസ്ഥികൂടം അല്ലെങ്കിൽ അനുബന്ധാസ്ഥികൂടം അതിൽ വരുന്നത് എത്രയാണ്, 126. കണക്റ്റഡ് ആയിട്ടുള്ളതിൽ വരുന്നത് 126 അസ്ഥികൾ. കാരണം ചെറിയ ചെറിയ അസ്ഥികളാണ് പിന്നെ വരുന്നതല്ല അല്ലേ. ഇപ്പോൾ കാലിൻ്റെ ഭീമറുണ്ട് വലിയൊരു അസ്ഥി, അത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം അത്രയ്ക്ക് വലുതല്ല അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണമാണ് കൂടുതൽ. ആ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് ബാക്കിയുള്ള അസ്ഥികളുടെ കാര്യം കൂടെ അല്ലെങ്കിൽ എണ്ണവും കൂടെ നമുക്ക് നോക്കാം. തലയോടെന്ന് പറയുമ്പോൾ എത്രയാണ്, 29 അസ്ഥികളാണ് തലയോടിൽ വരുന്നത്. മാറലിൽ ഒരസ്ഥി, വാരിയിലാകുമ്പോൾ 24, നട്ടലിൽ കശേരിക്കൾ എന്നൊക്കെ പറയും അല്ലേ, 26 തോൾ വലയത്തിൽ 4 അസ്ഥികൾ, കൈകളിലെ അസ്ഥികൾ എത്രയാണ് വരുന്നത്, 30 × 2, ഒരു കയ്യിൽ 30 എന്ന രീതിയിലാണ്, 2 കൈയിലും കൂടെ കൂട്ടി 60 അസ്ഥികളാണ് വരുന്നത്. അതുപോലെ തന്നെ ഇടുപ്പല്ലിൽ എത്രയാണ് വരുന്നത്, അല്ലെങ്കിൽ ശ്രോണീവലയം എന്ന് പറയാം, ഇടുപ്പല്ല് എന്ന് പറയാം, അതിൽ എത്രയാണ് വരുന്നത്, 2 അസ്ഥികളാണ് വരുന്നത്. കാലിൻ്റെ അസ്ഥികൾ എന്ന് പറയുമ്പോൾ എത്രയാണ്, 60. അതെത്ര, ഒരു സൈഡിൽ 30, അടുത്ത സൈഡിൽ 30, അങ്ങനെയാണ് 30 × 2 എന്നുള്ള രീതിയിലാണ് ആ ഒരു 60 വരുന്നത്. ക്ലിയർ ആണ്. ഇത് ഫാക്ട്സേ ഉള്ളൂ, നിങ്ങൾക്കത് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ ഓരോ പ്രത്യേകത നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്ന് അറിയപ്പെടുന്നത് തുടയിൽ ഫീമർ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന ഫാക്റ്റുകളാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറഞ്ഞാൽ ഏതാണ്, സ്റ്റേപ്പിസ് ആണ് കേട്ടോ. സ്റ്റേപ്പിസ് അത് ചെവിയിലെ അസ്ഥിയാണ്. അപ്പോൾ ചെവിക്കുള്ളിലെ അസ്ഥികൾ എത്ര എണ്ണം ചോദിച്ചാൽ എത്ര എണ്ണമാണ്, 6 എണ്ണമാണ്. 3 ജോഡികളാണ്. 3 ജോഡികൾ 6 എണ്ണം അല്ലെ, 2 ചെവി 3 ജോഡി 6 എണ്ണം, അങ്ങനെ ഓർത്താൽ മതി. 2 × 3 6, ആ ഒരു രീതി നിങ്ങളത് ഓർത്താൽ മതി. പിന്നെ എന്താണ് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥി അതെന്ന് ചോദിച്ചാൽ
കീഴ്ത്താടിയല്ലാണ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥി എന്ന് വെച്ചാൽ കീഴ്ത്താടിയല്ലാണ്. അതുപോലെ തന്നെ മൂവ് ചെയ്യാൻ പറ്റുന്ന അസ്ഥി, അനക്കാൻ പറ്റുന്ന ആ ഒരു മുഖത്തുള്ള അസ്ഥി ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? അതും ഈ വരുന്ന കീഴ്ത്താടിയല് തന്നെയാണ് കേട്ടോ. സ്കള്ളിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ സ്കള്ളിൽ അല്ലെങ്കിൽ തലയോട്ടിയിൽ അനക്കാൻ പറ്റുന്ന അസ്ഥി എന്നായിരിക്കും ചോദ്യം വന്നാൽ വരിക. അപ്പം തലയോട്ടിയിൽ അനക്കാൻ പറ്റുന്ന അസ്ഥി ഏതാണ്? അല്ലെങ്കിൽ അനങ്ങുന്ന അസ്ഥി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കീഴ്ത്താടിയല്ലാണ്. അതുപോലെ നട്ടല് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, 26 എണ്ണമാണ് നമ്മൾ കണ്ടു. 26 കശേരുക്കൾ ചേർന്നാണ് നട്ടല്. അതുപോലെ നവജാത ശിശു ആണെങ്കിൽ 33 നട്ടല് വരും. നവജാത ശിശു ആണെങ്കിൽ 33 നട്ടല് വരും. 33 കശേരുക്കളാണ്, നട്ടലല്ല, 33 കശേരുക്കൾ വരും കേട്ടോ. നവജാത ശിശു ആണെങ്കിൽ 33 കശേരുക്കൾ. അതുപോലെ അഡൽട്ട് ആണെങ്കിൽ എത്രയാണ്? 26 കശേരുക്കൾ. നമ്മൾ പറഞ്ഞല്ലേ നട്ടല് 26 കശേരുക്കളാണ് അവിടെ വരുന്നത്. അതുപോലെ നട്ടലിൻ്റെ ആദ്യത്തെ കശേരുവിന് പറഞ്ഞ പേരാണ് അറ്റ്ലസ് കേട്ടോ. നട്ടലിൻ്റെ ആദ്യത്തെ കശേരുവിന് പറഞ്ഞ പേരാണ് അറ്റ്ലസ്. നട്ടലിലെ രണ്ടാമത്തെ കശേരുവിന് പറഞ്ഞ പേരാണ് ആക്സിസ്. നട്ടലിലെ രണ്ടാമത്തെ കശേരുവിന് പറഞ്ഞ പേരാണ് ആക്സിസ്. അതുപോലെ നട്ടലിലെ അവസാനത്തെ കശേരു അറിയപ്പെടുന്ന പേരാണ് എന്താണ്? കോക്സിക്സ് കേട്ടോ. നട്ടലിലെ അവസാനത്തെ കശേരു അറിയപ്പെടുന്ന പേരാണ് കോക്സിക്സ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണ്, നട്ടലിൻ്റെ ആ ഒരു ഭാഗം ക്ലിയർ ആണ്. ഇനി നമുക്ക് മനുഷ്യ ശരീരം എന്ന രീതിയിൽ ജനറലി ഉള്ള കുറച്ചധികം ഫാക്ട്സ് ഉണ്ട്. നമുക്ക് ഫാക്ട്സ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മനുഷ്യ ശരീരവുമായി സംബന്ധിക്കുന്ന ചില ഫാക്റ്റുകൾ നമുക്ക് നോക്കാം അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യ ശരീരം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സെൽസ് അല്ലെ. സെൽസ് അല്ലെങ്കിൽ കോശങ്ങൾ കൊണ്ടാണ് മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തറിയാം, ഇവയുടെ പ്രവർത്തനങ്ങൾക്ക് എന്താവശ്യമുണ്ട്? ഓക്സിജൻ ആവശ്യമാണ് നമുക്കറിയാം അല്ലെ. ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ അനേറോബിക് റെസ്പിറേഷൻ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ അനേറോബിക് റെസ്പിറേഷൻ ചെയ്യാറുണ്ട്. എപ്പോഴാണ്? ഇൻറ്റൻസ് ആയിട്ടുള്ള വ്യായാമങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ബോഡി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അനേറോബിക് റെസ്പിറേഷൻ നമ്മൾ ചെയ്യാറുണ്ട്. കാരണം എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ്? ഓക്സിജൻ ഈ ഒരു സെല്ലുകൾക്കെല്ലാം ആവശ്യമാണ്. ശരി, മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോശങ്ങൾ കൊണ്ടാണ്. അതുപോലെ തന്നെ എന്താണ്? ഇവിടെ പ്രവർത്തനത്തിന് തുടർച്ചയായ പ്രാണവായു കിട്ടിക്കൊണ്ടിരിക്കണം. അതുപോലെ എന്താണ്? ശ്വസനവും രക്തചംക്രമണം കൊണ്ടാണ് ഈ ഒരു കാര്യം സാധ്യമാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ CPR ആൾ ബോധം കെട്ടി വീണ ഉടനെ നമ്മൾ കൊടുക്കുന്നത്. കാരണം ആളുടെ ബോഡിയുടെ ഫംഗ്ഷൻ ഒരിക്കലും നിന്ന് പോകാൻ പാടില്ല. ശരി, ഇനി നിയന്ത്രിത പേശികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ അനിയന്ത്രിത പേശികളുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ പേശികളുടെ എണ്ണം എത്രയാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള പേശികളുടെ എണ്ണം വരുന്നത്? എത്രയാണ്? നമ്മൾ എല്ലുകളുടെ എണ്ണം പഠിച്ചല്ലേ, 206 ആണെന്ന് നമ്മൾ എല്ലുകളുടെ എണ്ണം പഠിച്ചു. അതുപോലെ പേശികളുടെ എണ്ണം എത്രയാണ്? 639 കേട്ടോ. 639 ആ ഒരു പേശികളുടെ എണ്ണം വരുന്നത്. അപ്പോൾ ഇതിനകത്തെ നിയന്ത്രിത പേശികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കഴുത്ത്, ഉടല്, അതുപോലെ എന്താ ചലിക്കുന്ന പേശികൾ, ഇതൊക്കെ എന്താണ്? കൈകാലുകൾ, ഇതൊക്കെ നിയന്ത്രിത പേശിയാണ്. പക്ഷെ ചില പേശികൾ നമുക്കൊരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഈ പേശികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അനിയന്ത്രിത പേശികൾ എന്നറിയപ്പെടുന്ന ഇവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതൊക്കെയാണ് ഹൃദയം, ഉദരം തുടങ്ങിയവയൊക്കെയാണ് കേട്ടോ. ഹൃദയത്തിൻ്റെ പേശി അല്ലെ, നമുക്ക് കാർഡിയാക് മസിൽസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. അത് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിന്നാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുറത്തുനിന്ന് പക്ഷേ എന്ത് ചെയ്യാം? CPR കൊടുത്ത ആ ഒരു വ്രതം കൊണ്ടുവരാം. അതുപോലെ ഉദരത്തിലെ ആ ഒരു പേശികളും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുപോലെ എന്താണ്? മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളുടെ എണ്ണം എത്ര ഓർഗൻസ് ഉണ്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ? ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യൻ, നമ്മളൊക്കെ എല്ലാ ദിവസവും എണീക്കുന്നതും നടക്കുന്നതും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ എത്ര പാർട്സ് ഉണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? 80 ഓർഗൻസ് ആണ് കേട്ടോ. 80 അവയവങ്ങളാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ ഉള്ളത്. അതുപോലെ എല്ലുകളുടെ എണ്ണം 206 നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചർമ്മത്തിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ചർമ്മത്തെ രണ്ടായിട്ടാണ് ബേസിക്കലി തരംതിരിച്ചിരിക്കുന്നത്, അന്തർചർമ്മം എന്നും ബാഹ്യ ചർമ്മം എന്നും. അതിരിക്കട്ടെ, ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്നും അറിയപ്പെടുന്ന എന്താണ്? ചർമ്മം തന്നെയാണ് കേട്ടോ. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ചർമ്മം തന്നെയാണ്. അതിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, അത് നിങ്ങൾക്കറിയാം. അതുപോലെ പിന്നെ എന്താണ്? ചർമ്മത്തിൻ്റെ 3 പ്രധാന പാളികൾ ഏതൊക്കെയാണ്? 3 പ്രധാന പാളികൾ ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, അതുപോലെ ഡെർമിസ്, അതുപോലെ പിന്നെ എന്താണ്? ഹൈപ്പോഡെർമിസ് കേട്ടോ. ഇത്രയും 3 പാളികളാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഉള്ളത്. അപ്പോൾ ഇതിലെ ഈ ഒരു എപ്പിഡെർമിസ് ഏറ്റവും പുറത്തുള്ളതാണ് ഈ ഒരു എപ്പിഡെർമിസ്. എപ്പിഡെർമിസിലാണ് എന്ത്? മെലാനിൻ ഒക്കെ ആക്ട് ചെയ്യുന്ന എവിടെയാണ്? എപ്പിഡെർമിസ്. കുറേ ഗുളികളൊക്കെ ചിലർ വാങ്ങാറില്ലേ? ഓക്കെ, അപ്പം ഈ മെലാനിൻ ആക്ട് ചെയ്യുന്നത് ഇതിൻ്റെ പുറം പാളിയിലാണ്. അതാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ചർമ്മത്തിൻ്റെ നിറം കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാട്ടർ പ്രൂഫ് തടസ്സം എന്നുള്ള രീതിയിൽ ഒരു ഏറ്റവും ഇതായിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഡിഫൻസ് ഉള്ള രീതിയിൽ ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് എന്ത്? ഡെർമിസ് അല്ലെ. പിന്നെ വരുന്നതാണ് ഡെർമിസ്. ഡെർമിസ് എന്താണ്? രോമകൂപങ്ങൾ, വിയർപ്പ്, എണ്ണ അല്ലെ, എണ്ണഗ്രന്ഥികൾ, അതുപോലെ രക്തക്കുഴൽ, ഇതൊക്കെ അടങ്ങിയതാണ് അടുത്ത വരുന്ന ഗ്രന്ഥി. അതാണ് എന്ത്? ഡെർമിസ് എന്ന് പറഞ്ഞ ഗ്രന്ഥി.
ഓക്കെ, അപ്പോൾ ഈ എണ്ണയാണ് സെബം എന്നൊക്കെ പറയുന്നത്, ഈ പറയുന്ന എണ്ണയാണ് ഈ ഒരു സെബം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ രോമകൂപങ്ങൾ, അതുപോലെ വിയർപ്പ്, അതുപോലെ എണ്ണഗ്രന്ഥികൾ, രക്തക്കുഴൽ എന്നിവ ഒക്കെ അടങ്ങിയതാണ് രണ്ടാമത്തെ ഗ്രന്ഥി. ആ രണ്ടാമത്തെ ഗ്രന്ഥി അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഡെർമിസ്. ഇനി അതിൻ്റെ താഴെ വരുന്നുണ്ട് എന്ത്? ഹൈപ്പോഡെർമിസ് എന്നുണ്ട്. ഹൈപ്പോഡെർമിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്നതാണ്. അതായത് കൊഴുപ്പുകൾ, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ടിഷ്യൂകൾ ഒക്കെ അടങ്ങുന്ന ഏറ്റവും ഉള്ളിലെ പാളിയാണ് ഈ വരുന്ന ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത് നാഡീവ്യവസ്ഥ കാര്യങ്ങൾ നോക്കാം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് എന്താണ്? മസ്തിഷ്കം അഥവാ ബ്രെയിൻ ആണ് ഈ ഒരു നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. അതുപോലെ നാഡികൾ നിർമ്മിതമായിരിക്കുന്നത് എന്തിലൂടെയാണ്? ആക്സോണുകൾ കേട്ടോ. ആക്സോണുകളാണ് നാഡികൾ നിർമ്മിതമായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നാഡികൾ നമുക്കൊരു 3 തരത്തിൽ നമുക്ക് തിരിക്കാം. ഏതാണ്? ഒന്ന് സംവേദ നാഡി അഥവാ സെൻസറി നെർവ്, പിന്നെ എന്താണ്? പ്രേരക നാഡി അല്ലെ, പ്രേരക നാഡി അഥവാ മോട്ടർ നെർവ്, സമ്മിശ്ര നാഡി അഥവാ മിക്സഡ് നെർവ്. അപ്പോൾ ഇത്രയും 3 നാഡികളാണ് ഉള്ളത് നാഡീവ്യവസ്ഥയിൽ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾപ്പെടുന്ന ഭാഗം ഏതാണ്? മസ്തിഷ്കമാണ് കേട്ടോ, മസ്തിഷ്കമാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാഗം എത്രയാണ്? 1300 മുതൽ 1400 ഗ്രാം അഥവാ 1.3 മുതൽ 1.4 കിലോഗ്രാം കേട്ടോ അതിൻ്റെ ഭാരം വരുന്നത്. അതുപോലെ തന്നെ തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കപാലം കേട്ടോ, കപാലം അഥവാ തന്നെ ക്രേനിയം എന്നും പറയും. ഓക്കെ, തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥി അറിയപ്പെടുന്നതാണ് കപാലം അഥവാ ക്രേനിയം. അതുപോലെ തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞ് കാണുന്ന 3 സ്ഥലപാടുകളുള്ള ആവരണമാണ് എന്ത്? മെനിഞ്ചസ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു തലച്ചോറിനെ സംരക്ഷിക്കുന്ന ഇതിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അന്നേരം നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ മെനിഞ്ചസ് അല്ലെ, പെരിക്കാർഡിയം പറയുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞ് കാണുന്ന 3 സ്ഥലപാടുകളുള്ള ആവരണമാണ് എന്ത്? മെനിഞ്ചസ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം, നമുക്ക് ഓരോ മസ്തിഷ്കങ്ങളുടെ ഭാഗങ്ങളും നമുക്ക് നോക്കിയിട്ട് പോവാം. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതെന്ന് വെച്ചാൽ ഏതാണ്? സെറിബ്രമാണ് കേട്ടോ, സെറിബ്രമാണ്. അതുപോലെ തന്നെ ധാരാളം ചുളിവുകളും മടക്കുകളും ഇതൊക്കെ കാണപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗവും ഈ പറയുന്ന സെറിബ്രം തന്നെയാണ്. അതുപോലെ എന്താണ്? ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം അല്ലെ. നമുക്കിപ്പോൾ ഒരു ചിത്രം വരയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണമെങ്കിലോ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സെറിബ്രമാണ്. ഓക്കെ, അതുപോലെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗവും സെറിബ്രം തന്നെയാണ്. അപ്പോൾ സെറിബ്രം ക്ലിയർ ആണ്. അപ്പോൾ നമുക്കിനി അടുത്ത് നോക്കാം സെറിബെല്ലം. സെറിബ്രം കഴിഞ്ഞു, ഇനിയിപ്പോൾ സെറിബെല്ലം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെറിബെല്ലം ഒന്ന് പരാമർശിച്ചിരുന്നു അല്ലേ? ഓർമ്മ കിട്ടുന്നുണ്ടോ എപ്പോഴാണെന്ന്? മദ്യവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ സമയത്ത്. ശരി, അപ്പം മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? സെറിബെല്ലം ആണ്. സെറിബ്രം കഴിഞ്ഞാൽ സെറിബെല്ലം എന്നോർക്കുക. അപ്പം മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. അതുപോലെ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം എന്നറിയപ്പെടുന്നതും ഈ സെറിബെല്ലം തന്നെയാണ്. ഓക്കെ, മദ്യം ബാധിക്കുന്ന തലച്ചോറ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇതിനെ ലിറ്റിൽ ബ്രെയിൻ എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. ലിറ്റിൽ ബ്രെയിൻ എന്നുകൂടെ ഈ സെറിബെല്ലത്തെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതും സെറിബെല്ലാണ്. നമ്മുടെ ബാലൻസ് പോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതും നിലനിർത്തുന്നത് അതെന്ന് ചോദിച്ചാൽ ഏതാണ്? സെറിബെല്ലോ ആണ്. അതുപോലെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? നമ്മുടെ മസ്കുലർ ജിമ്മിലൊക്കെ പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ ഫിസിക്കലിനൊക്കെ പോകണമല്ലോ, നാളത്തെ എക്സാം കഴിഞ്ഞാൽ ഫിസിക്കലിനൊക്കെ പോകണം. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ ഒരു പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സെറിബെല്ലമാണ്. ഓക്കെ, അതുപോലെ തന്നെ മസ്തിഷ്കത്തിൻ്റെ ഭാഗം നമ്മൾ നേരത്തെ കണ്ടല്ലേ 1300 മുതൽ 1400 ഗ്രാം ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് 1400 ഗ്രാം എന്ന് പറഞ്ഞത് ഒരു ഏകദേശം ഭാരമാണ്. ഒരു 1300 മുതൽ 1400 ഗ്രാം അല്ലെങ്കിൽ 1.3 കിലോഗ്രാം മുതൽ 1.4 കിലോഗ്രാം ആണത് വരുന്നത്. ഒരു നവജാത ശിശുവിന് മസ്തിഷ്ക ഭാരം എത്രയെന്ന് വെച്ചാൽ എത്രയാണ്? 350 മുതൽ 400 ഗ്രാം ആണ് വരുന്നത്. അതുപോലെ സെറിബ്രത്തിൻ്റെ ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് എന്ത്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ചുമ, തുമ്മൽ എന്നിവ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. ഓക്കെ, ചുമ, തുമ്മൽ എന്നൊക്കെ നിയന്ത്രിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. അതുപോലെ ശ്വാസോച്ഛ്വാസം, ഹൃദയസ്പന്ദനം, രക്തക്കുഴലുകളുടെ സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗവും ഈ പറയുന്ന മെഡുല്ല ഒബ്ലാങ്കേറ്റ തന്നെയാണ്. അതുപോലെ മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായി കാണുന്ന ഭാഗമാണ് എന്ത്? സുഷുമ്ന നാഡി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, സുഷുമ്ന അഥവാ സുഷുമ്ന നാഡി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇവിടെ ഉത്ഭവിക്കുന്ന നാഡികളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 31 ജോഡി നാഡികളാണ് സുഷുമ്നയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കേട്ടോ. 31 ജോഡി നാഡികളാണ് സുഷുമ്നയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. അതുപോലെ സുഷുമ്നയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 45 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. സുഷുമ്നയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 45 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ആകെ നാഡികൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ
43 ജോഡിയാണ്, അതായത് 86 നാഡികളാണ് ആകെയുള്ള നാഡികളുടെ എണ്ണം. അതുപോലെ സുഷുമ്ന നാഡികളും എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, 31 ജോഡി എന്ന് പറഞ്ഞു. അത് 31 ജോഡി 62 എണ്ണമായിട്ട് വരും. അന്നേരം ഇപ്പം എണ്ണം എടുത്താൽ 62 എണ്ണമാണ്. ജോഡി ചോദിക്കണമെങ്കിൽ 31 ആണ്. അതുപോലെ ശിരോനാഡികൾ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 12 ജോഡി അഥവാ 24 എണ്ണം എന്നാണ് ഈ ശിരോനാഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ക്രേനിയൽ നെർവ് എന്നും പറയുന്നത് ഇത് തന്നെയാണ്. ഫാക്റ്റ് ആണ് കേട്ടോ, അതാണ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാത്തത്. അതുപോലെ ഇനി നമ്മൾ അടുത്ത് നോക്കുന്നതാണ് എന്ത്? തലാമസ്. അപ്പം തലാമസ് എവിടെയാണ് കാണുന്നത്? സെറിബ്രത്തിൻ്റെ തൊട്ട് താഴെയായി കാണുന്ന മസ്തിഷ്ക ഭാഗം കേട്ടോ. സെറിബ്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് എന്ത്? തലാമസ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈപ്പോതലാമസ് ആണ് കേട്ടോ. തലാമസിൻ്റെ ഭാഗം തന്നെയാണ്, ഹൈപ്പോതലാമസ് ആണ് ഈ വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? തലാമസ്. നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ക്ലാസ് നമ്മൾ ഒരുപാട് പറഞ്ഞ കാര്യമല്ല, വേദന സംഹാരികളുടെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ വേദന സംഹാരി പ്രവർത്തിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ എവിടെയാണ്? തലാമസിലാണ് ഈ വേദന സംഹാരി പ്രവർത്തിക്കുന്നത്. ഓക്കെ, ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നത് മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈപ്പോതലാമസ്. അപ്പോൾ ഒരു മനുഷ്യന് ശരാശരി ശരീരോഷ്മാവ് എത്രയാണ്? ഓർമ്മ വരുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ഹീറ്റിൻ്റെ ക്ലാസ്സൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നില്ലേ? 37 ഡിഗ്രി കേട്ടോ. 37 ഡിഗ്രിയാണ് മനുഷ്യൻ്റെ ശരാശരി ശരീരോഷ്മാവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് ഹൈപ്പോതലാമസ് ആണ്. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ്? ഇത് ഈ പറഞ്ഞ ഹൈപ്പോതലാമസ് തന്നെയാണ് കേട്ടോ. ശരി, അപ്പോൾ നമുക്കിനി കുറച്ച് PYQs നമുക്ക് നോക്കാം. ഓക്കെ, PYQs നോക്കാം. അപ്പോൾ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നതിൽ എപ്പിഗ്ലോട്ടസിൻ്റെ ധർമ്മം എന്ത്? ഞാൻ ചോദ്യം വായിക്കുന്നില്ല, നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുക എന്നാണ് അല്ലേ, നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ആദ്യത്തെ തന്നെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. 24 വന്ന ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് എക്സാമ്പിളിലൊക്കെ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് മാക്സിമം ഇൻഹലേഷൻ ശേഷി പരമാവധി പുറത്തേക്ക് വിടാവുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേര്. മാക്സിമം ഇൻഹലേഷന് ശേഷം പരമാവധി പുറത്തുവിടാവുന്ന വായുവിനെ പറയുന്ന പേര് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നല്ലേ, ഏതാണ്? വൈറ്റൽ കപ്പാസിറ്റി കേട്ടോ. വൈറ്റൽ കപ്പാസിറ്റിയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണ്? അതും 24 വന്ന ചോദ്യമാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി, സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ്. ഏതാണ്? സ്റ്റേപ്പസ് ബോൺ കേട്ടോ. സ്റ്റേപ്പസ് ബോൺ ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത്. 24 വന്ന ചോദ്യം തന്നെയാണ്. ഇനി അടുത്തത് മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം ഏതാണ്? 206 അല്ലേ? 206. നമുക്ക് ചിന്തിക്കുക പോലും ചെയ്യേണ്ട ആവശ്യമില്ല. നവജാത ശിശുവാണ് എത്രയാണ്? 300 ആണ്. അപ്പം മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണമാണെങ്കിൽ എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം 639 കേട്ടോ. 639 ആണ് മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റമിൻ ഏത്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷേ അതാണ് വൈറ്റമിൻ K ആണ്. K നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. K കട്ട കേട്ടോ, ആ രീതിയിൽ നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, രക്തം പിടിക്കാൻ സഹായിക്കുന്ന ഏതാണ്? വൈറ്റമിൻ K ആണ് കേട്ടോ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ചോദിച്ചാൽ വൈറ്റമിൻ K ആണ്. ഓക്കെ, ഇനി താഴെ പറയുന്നതിൽ എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? അഡ്രിനാലിനാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് നമുക്കെതിരെ അറ്റാക്കോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്ന് മൂവ് ചെയ്യും അല്ലേ, നമ്മൾ പെട്ടെന്ന് അതിനെതിരെ റിഫ്ലക്സ് ആയിട്ട് നമുക്ക് വരും. ഇതിനുള്ള ആ ഒരു പ്രേരകം നൽകുന്ന ഒരു ഹോർമോൺ അതാണ് ഈ അഡ്രിനാലിൻ കേട്ടോ. ഈ അഡ്രിനാലിൻ ഹോർമോണിൻ്റെ റിസൾട്ടിലാണ് നമ്മൾ ഈ രീതിയിലുള്ള മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ആ ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അഡ്രിനാലിനാണ് ആ ഒരു ഹോർമോൺ വരുന്നത്. അപ്പം അടുത്ത ചോദ്യം ഇതാണ്, രക്തത്തിലെ ഓക്സിജൻ വാഹകർ താഴെ പറയുന്നവയിൽ ഏതാണ്? അവിടെ പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, അതുപോലെ ത്രോംബിൻ ഉണ്ട്, ഹീമോഗ്ലോബിൻ ഉണ്ട്. ഇവയൊന്നുമല്ല. അപ്പോൾ ഏതാണ് പ്ലേറ്റ്ലെറ്റിൻ്റെ ധർമ്മം? എന്താണ് പ്ലേറ്റ്ലെറ്റ് ചെയ്യുന്നത്? ആ ഒരു രക്തം കട്ടുപിടിക്കാൻ സഹായിക്കാവുന്നൊരു ഡ്യൂട്ടിയാണ് പ്ലേറ്റ്ലെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ത്രോംബിൻ ചെയ്യുന്നത്? ത്രോംബിൻ ചെയ്യുന്നതും ഇത് തന്നെയാണ്, രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്യൂട്ടി തന്നെയാണ്. അതുപോലെ ഹീമോഗ്ലോബിൻ വരുമ്പോൾ എന്താണ്? ഹീമോഗ്ലോബിനാണ് രക്തത്തിന് അല്ലെങ്കിൽ RBCക്ക് ഒരു ചുവപ്പ് നിറം നൽകുന്ന ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ആ രക്തത്തിലൂടെ ക്യാരി ചെയ്യും. ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഹീമോഗ്ലോബിൻ തന്നെയാണ് കേട്ടോ. ഹീമോഗ്ലോബിനാണ് രക്തത്തിലൂടെ ഈ ഒരു ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്. അപ്പം എൻ്റെ ഉത്തരം വരുന്നത് C ആണ് കേട്ടോ.
23 വന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ അടുത്ത ചോദ്യമാണ് എന്ത്, ഹൈപ്പോക്സിയയ്ക്ക് കാരണം എന്താണ്? ഹൈപ്പോക്സിയയ്ക്ക് കാരണം എന്താണ്? ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഇത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ഹൈപ്പോക്സിയ എന്ന് വെച്ചാൽ എന്താണ്? രക്തത്തിൽ വേണ്ടത്രയും ഓക്സിജൻ്റെ അളവ് ഇല്ലാത്ത ആ ഒരു കാര്യത്തിനാണ് ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. രക്തത്തിൽ വേണ്ടത്രയും ഓക്സിജൻ ഇല്ലാത്ത ആ ഒരു അവസ്ഥയാണ് എന്തെന്ന് പറഞ്ഞത്? ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞത്. അത്രേ ഉള്ളൂ, അത് നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അഭാവം, ഹൃദയത്തിന് വേണ്ട രക്തം പമ്പ് ചെയ്യാൻ ശേഷിയില്ലാത്ത അവസ്ഥ, അന്തരീക്ഷത്തിൽ ആവശ്യമായ അളവിൽ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട്, ഡി വിഷബാധ ഏൽക്കുമ്പോൾ. ഇതിൽ ഏതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ഏതാണ്? രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അഭാവം തന്നെയാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ രക്തത്തിൽ ഓക്സിജൻ ഇല്ലാത്തതാണ് ഹൈപ്പോക്സിയയ്ക്ക് കാരണമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എ ആണ് ഉത്തരം. ബി എന്താണ്? ഹൃദയത്തിന് വേണ്ട രക്തം പമ്പ് ചെയ്യാൻ ശേഷിയില്ലാത്ത അവസ്ഥ, അതും ഹൈപ്പോക്സിയായിട്ട് ഒരു ബന്ധവും ഇല്ല. അതുപോലെ തന്നെ എന്താ, അന്തരീക്ഷത്തിൽ ആവശ്യമായ അളവിൽ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട്, അതും അല്ല. ഏറ്റവും ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ എ ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് തീർത്തെന്നറിയാം, പക്ഷേ ഏറ്റവും അവസാനം വന്ന ക്ലാസ് നിങ്ങൾ ഓൾറെഡി ജനറൽ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്, നിങ്ങൾ ലൈഫ് സയൻസിൽ പഠിക്കുന്നതായതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അവസാനം വെച്ചത്. കാരണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇതിലും വൈറ്റലായിട്ടുള്ള പാർട്ടുണ്ട്. അതായത് ഫയർമാൻ്റെ ആ ഒരു സിലബസിൽ മാത്രമായിട്ട് വന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് കിട്ടാതെ വന്നാൽ അത് നിങ്ങൾ ഇതിലും ഇമ്പാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിത് ഏറ്റവും ലാസ്റ്റിലോട്ട് വെച്ചത്. ഓക്കെ, അപ്പം നമുക്കിനി വേറെ ഏതെങ്കിലും കോഴ്സുകൾ എടുക്കുന്നൊരു ടൈമിൽ നമുക്ക് നേരിട്ട് കാണാം. അപ്പം ശരി, താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതി ആ ഒരു ഫയർമാൻ്റെ റാങ്ക് ലിസ്റ്റിലൊക്കെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പം എന്നും പ്രാർത്ഥന ഉണ്ടാവും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.